ഇപ്പോൾ ഓം ശാന്തി. 2025 സ്റ്റാർട്ട് ചെയ്തു സമയങ്ങളായി. ഞാനും നന്നായിട്ട് ഉറങ്ങി. ഞാൻ 2024 അന്ത്യത്തിലും 2025 ആദ്യത്തിലും ഉറങ്ങാതിരുന്നു. അതായത് 12 മണിക്ക് മുതൽ ശരിക്കും കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ആക്റ്റീവ് ആയിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നൊന്ന് പുറത്തുപോയി, നമ്മുടെ സുഹൃത്തുമായിട്ടൊന്ന് പുറത്തുപോയി. അങ്ങനെ 2025 നല്ല രീതിയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇന്ന് ഈ 2025 ഇടയിൽ കുറച്ച് നേരം വൈകിട്ട് എഴുന്നേറ്റിട്ടാ. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു നല്ല വിധത്തിലുള്ള സേഫ്റ്റി, അതായത് പല സ്ഥലങ്ങളിലും പോലീസ് സെക്യൂരിറ്റി കാര്യങ്ങള്, നല്ല ചെക്കിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും എന്താ പറയാ, മദ്യം കഞ്ചാവ് കടത്തുകള് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിയമപാലകര് പല സ്ഥലങ്ങളിലും കണ്ടു. അവരൊക്കെ അതിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസ് ചെയ്യുന്ന പണി പോലീസ് ചെയ്യും. അവിടെ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതില് എന്താ പറയാ, മദ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിച്ച് കാറ് വഴി പിടിച്ചു കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള സീനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇന്നലെ ഞാനും സുഹൃത്തും കൂടെ പോയത് പൊന്നാനി പാലം, കർമ്മ റോഡിന്റെ അവസാനത്തിലുള്ള പാലം. അവിടുത്തെ പാലത്തിന്റെ മേലെ നിന്നിട്ടാണ് നമ്മുടെ 2024 അവസാനവും 2025 ആദ്യവും ജസ്റ്റ് എന്താ പറയാ ഒന്ന് കണ്ട് മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. 2024 തന്നെ ക്രിസ്തീയ കലണ്ടർ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു 1/1 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള. പക്ഷെ നമ്മള് മലയാളികളെ സംബന്ധിച്ചുള്ള ശരിക്കുള്ള പുതുവർഷം എന്ന് പറഞ്ഞാല് 1 ചിങ്ങം അത് വെച്ചിട്ടാണ്. അതിലാണെങ്കിലോ 1200 അപ്പൊ വർഷം. നമുക്ക് ബാബ തന്നിട്ടുള്ള എന്താണ് 5000 വർഷത്തെ ഡ്രാമ. അതില് 1250 വർഷമാണ് കലിയുഗം, 1250 വർഷമാണ് സത്യയുഗം, 1250 വർഷമാണ് ത്രേതായുഗം, 1250 വർഷമാണ് ദ്വാപരയുഗം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരിക എന്നാണ് നമുക്ക് പ്രത്യേകമായിട്ട് ബാബ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ആ വർഷങ്ങളുടെ ടൈം ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് ഭയങ്കരമായിട്ട് ചിന്തിച്ചാല് മനസ്സിലാക്കാവുന്നതാണ്. അത് കാരണം എന്താന്ന് വെച്ചാല് മറ്റ് ധർമ്മങ്ങളിലുള്ളവര് ഓരോ യുഗത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടും കോടിക്കണക്കിന് വർഷങ്ങളായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അത് റിയൽ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നടന്നു പോരുന്നൊരു ഡ്രാമയാണത്. ഓരോ കൽപ്പവും 5000 വർഷമാണെന്ന് മാത്രം. അതായത് ഒരു ദിവസം 24 മണിക്കൂർ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? ഇന്ന് പുതുവർഷമാണ്. എന്താ സംഭവിച്ചത്? ഇന്നലത്തെ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തു. 12 മണിക്ക് കൃത്യമായിട്ട് ആ ദിവസം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വെടിക്കെട്ട്. ചിലര് പല രീതിയിലുള്ള ആസ്വാദനങ്ങൾ. 12 മണിക്ക് മദ്യപിച്ച് ലക്കാനും കെട്ട് കിടന്നുറങ്ങിയിട്ട് 12 മണിക്ക് എണീറ്റ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ. ഇപ്പൊ അതൊന്നുമല്ല, നോർമലായിട്ട് കിടന്നുറങ്ങിയിട്ട് 12 മണിക്ക് എണീറ്റ് കുറെ വാട്സപ്പ് മെസ്സേജും ഫേസ്ബുക്ക് മെസ്സേജും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു കൂട്ടര്. ഇതൊന്നുമില്ല, ഒന്നിലും ഇല്ല എന്നുള്ള കിടന്നുറങ്ങുന്ന വേറൊരു കൂട്ടര്. അതല്ലാതെ എല്ലാത്തിനും എന്താ പറയാ, മദ്യത്തിലും ഇല്ല, ആസ്വാദനത്തിലും ഇല്ല എന്ന ആ മെസ്സേജ് മാത്രമായിട്ടില്ല. അങ്ങനെ പല വിധത്തിലുള്ള കൂട്ടര് ഇന്നലെ 2024 മുതൽ 2025 വരെയാണ്. ഇതൊന്നും ബാധിക്കാത്തൊരു കൂട്ടരുണ്ട്. 2025 ആയി എന്ന് പോലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാനോ താല്പര്യമില്ലാത്ത വേറൊരു കൂട്ടരുണ്ട്. സംഭവം 2025 ആയി. 2025 ആയി എന്ന് കരുതി വലിയ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇല്ല. ഇന്ന് എന്റെ ശബ്ദത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇതിലെ മൈക്കിന്റെ ശബ്ദത്തിന്റെ ഒരു ട്യൂണിങ്, ഞാൻ പറഞ്ഞില്ല 3 ഓപ്ഷൻ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു. അതില് ഒരു ഓപ്ഷനിൽ മാറ്റി. ജസ്റ്റ് ഞാൻ കുറച്ച് കൂടുതൽ നേരം സംസാരിച്ചിട്ട് നോക്കട്ടെ എന്താ. ഇതൊന്ന് കണ്ടൊക്കെ നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ എന്താ അതിന്റെ കണ്ടീഷൻ എന്നൊക്കെ. നോർമലായിട്ട് ഞാൻ ജ്ഞാനത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി, 5000 വർഷത്തെ കാര്യം. എന്നാലും പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാല് ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. കണ്ടന്റ് തന്നെ പലരും കണ്ടന്റിന് വേണ്ടി പല ക്രിയേഷനും നടക്കുന്നുണ്ട്. പല വീഡിയോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് പല വീഡിയോസും കാണാം.
എന്തിനേറെ പറയുന്നു, നമ്മുടെ ഈ CCTV വീഡിയോസിൽ കുറേയധികം കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ചില ഡ്രാമകൾ CCTV വഴി ഓരോരുത്തർ തയ്യാറാക്കി ചില അടിപിടികളൊക്കെ CCTV വഴി തയ്യാറാക്കി അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടർ വേറെയുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാണോ എന്ന് വെച്ചാണ്. കാരണം അവരുടെ പാർട്ട് അതാണ്. കാരണം അവർ കറക്റ്റായിട്ട് ഒരു കണ്ടന്റിനെ പറ്റി ചിന്തിച്ച്, പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ലാത്തവർ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പൊ ഞാന് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അധികം ആളുകൾ വ്യൂസ് ഉണ്ടോ? ഇല്ല. എന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഇത് കുറെ ആളുകൾ കാണണമെന്നൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്റെ അനുഭവങ്ങൾ, പിന്നെ ഞാൻ പഠിച്ചു വെച്ച അനുഭവങ്ങൾ അതിങ്ങനെ പതുക്കെ പതുക്കെ ഷെയർ ചെയ്യും. ഇതാണ് എന്റെ മെയിൻ പണി. അത് നാളെയോ മറ്റന്നാളോ ആർക്കെങ്കിലും ഉപകാരം ആയാലും ശരി, ആയിട്ടില്ലെങ്കിലും ശരി, ആയിട്ടില്ലെങ്കിലും ശരി, എന്നെ സംബന്ധിച്ചുള്ള കണ്ടന്റുകൾ അതൊന്നും ചിലപ്പോ എടുക്കാനുണ്ടാവും, ആർക്കെങ്കിലൊക്കെ എടുക്കാനുണ്ടാവും. ചില ആളുകൾ കമന്റ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ കമന്റ് ചെയ്ത് വെറുതെ കമന്റ് ചെയ്യുന്നതിന് കാര്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് അത് കമന്റ്, അപ്പൊ ലാസ്റ്റിൽ പറഞ്ഞു മുടന്തൻ കമന്റുകൾ ഇടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഈ മുടന്തൻ കമന്റുകൾ ഇടുന്നത് ആർക്കെങ്കിലും പ്രയോജനം കാണും. ഒന്നുകിൽ ഈ മുടന്തൻ കമന്റ് ഇടുന്ന ആൾക്ക് പ്രയോജനം കാണും, അല്ലെങ്കിൽ എനിക്ക് പ്രയോജനം കാണും, അതല്ലെങ്കിൽ അത് കാണുന്ന മറ്റാർക്കെങ്കിലും പ്രയോജനം കാണും. കമന്റ് ഒന്നുമല്ല കേട്ടോ, അഭിപ്രായം, മൊത്തത്തിൽ അഭിപ്രായം. കമന്റ് എന്ത് വേണേലും ഇട്ടോ, ഒന്നും പ്രശ്നമില്ല. അപ്പൊ ചില മുടന്തൻ കമന്റുകൾക്ക് ഞാൻ മറുപടി തരാതിരുന്നാൽ മതി, ഒരു ലൈക്കൊക്കെ അടിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല കമന്റ് ഉണ്ട്, ചിലർ ലൈക്ക് അടിക്കുന്നുണ്ട്. ആ ലൈക്ക് അടിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ആള് സാറ്റിസ്ഫൈഡ് ആണെന്നോ, ആളുടെ എന്താ പറയാ, ആൾക്ക് കിട്ടേണ്ടത് മൊത്തം കിട്ടിയെന്നോ അങ്ങനെ അർത്ഥമൊന്നുമില്ല. 2025 ഞാൻ കുറെ പ്രിപ്പയർഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആത്മാവിനെ പറ്റിയിട്ടോ ഡ്രാമയെ പറ്റിയിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. യൂട്യൂബ് വഴി ഒരിക്കലും അളക്കാനൊന്നും പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സ്, ബുദ്ധി, ഇത് വെച്ചിട്ട് ഓരോന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ കഴിയും. അപ്പൊ ഞാനിപ്പോ ഇതാ പുറത്താണ് ഇരിക്കുന്നത്, വീടിന്റെ പുറത്ത് തന്നെ കേട്ടോ. വീടിന്റെ പുറത്തെന്ന് പറഞ്ഞാല് ഞാന് ഈ ഗൃഹപ്പിഴയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൃഹപ്പിഴ എന്ന് പറഞ്ഞാല് 2024 വരെയെങ്കിലും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2024 മുന്നായിട്ട് ഞാനിപ്പോ ഇരുത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വീഡിയോ ആദ്യമായിട്ടാണ്. ഇവിടെ ഇനി കുറെ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത്. അപ്പോ അത് പ്രകാരം ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു ഇപ്പോ കുറച്ച് കാര്യങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി കുറെ സാധനങ്ങൾ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പൊക്കെ തന്നെ. കാരണം ജീവിതം ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. ഈ അണ്ണാൻകുഞ്ഞിന് മരം കയറാൻ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ എന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഇത് കാണുന്ന വ്യക്തികൾ അവര് മെഡിറ്റേഷൻ ചെയ്യാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഹിന്റുകൾ കൊടുക്കുക. ഇപ്പൊ ബ്രഹ്മകുമാരീസ് വഴിയാകും, ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സത്സംഗങ്ങൾ വഴിയാവും. അത് ബ്രഹ്മകുമാരീസിൽ നേരിട്ട് മുഖതാവിൽ നിന്ന് കിട്ടിയവരുണ്ടാവാം, ഇനി അതെല്ലാം ഓൺലൈൻ വഴി കിട്ടിയവരുണ്ടാവും. മുഖതാവിൽ നിന്ന് കൃത്യമായ സാധനം കിട്ടിയവരുണ്ടാവാം, ഓൺലൈനിൽ നിന്നും കൃത്യമായ സാധനം കിട്ടിയവരുണ്ടാവും. നെക്സ്റ്റ് പറയാനുള്ളതാണെങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ടും അനുഭവം കിട്ടിയവരുണ്ടാവാം, അനുഭവം കിട്ടാത്തവരുണ്ടാവാം. അപ്പോ ഇത് സത്യം പറഞ്ഞാല് എന്തിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ ഡ്രാമയുടെ ഭാഗം. എനിക്ക് എന്ത് കിട്ടി? എന്റെ പോക്കറ്റിൽ, അതായത് ഞാൻ പണിയെടുത്തിട്ട് എന്റെ പോക്കറ്റിൽ, എന്റെ അക്കൗണ്ടിൽ എത്ര കോടി രൂപ ഉണ്ട്. ഈ കോടി ഞാൻ എവിടെയൊക്കെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. ആ നിക്ഷേപിച്ചു വെച്ച ഇത്രയും കോടികൾ എനിക്ക് ഇനി വീണ്ടും ഞാൻ ഉപയോഗിക്കുമല്ലോ. നമ്മൾ ഈ പണമാണെങ്കിലും ഉപയോഗിക്കും, അത് തീരും. കോടിക്കണക്കിന് രൂപയാണെങ്കിലും ഉപയോഗിക്കും, അത് തീരും. പക്ഷെ നമുക്ക് വീണ്ടും ഒരവസരം വന്നെന്ന് വെക്കാം. അതായത് പണത്തിന്റെ ഉദാഹരണം എടുത്തപ്പോ ഞാനൊരു 10 കോടി രൂപ സമ്പാദിച്ചു. അതിലൊരു 5 കോടി രൂപ ഞാൻ ബാങ്കിലിട്ടു, 5 കോടി രൂപ ഞാൻ ബിസിനസ് ആക്കിയിട്ട് പല വിധത്തിൽ മാറ്റി.
പിന്നെ ഞാൻ ഈ ബിസിനസ് ഒന്നും വേണ്ട, ഞാൻ നോർമലി ഇപ്പൊ എന്തായാലും അത്രയും സമ്പാദിച്ചു കഴിഞ്ഞില്ലേ, അത് പ്രകാരം ഞാൻ ഇനി ഒന്ന് ജീവിക്കട്ടെ, ജീവിതം ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോ ഇതൊക്കെ തീർന്നുപോയി. ബാങ്കിലുള്ള 5 കോടി തീർന്നുപോയി, നമ്മുടെ ബിസിനസിന്റെ പല ഫെയിലിയറുകൾ സംഭവിച്ച് അതങ്ങനെ തീർന്നുപോയി. 0 ആയി കഴിഞ്ഞാലും ഞാൻ അവിടെ ചെയ്തു വെച്ച കർമ്മങ്ങള്, ബിസിനസ്സുമായിട്ട് കർമ്മങ്ങൾ, അതിലിപ്പോ എന്നെ ചതിച്ചവരുണ്ടാവും. അതായത് ബിസിനസ് ഞാൻ ഏൽപ്പിച്ച ബിസിനസ് പ്രകാരം സംഗതി ബിസിനസ് പൊട്ടിയതാണ്, പക്ഷെ അതിലൂടെ എന്നെ ചതിച്ചവരുണ്ടാവാം. അതെല്ലാം നോർമലായിട്ട് ബിസിനസ് പൊട്ടിയതുണ്ടാവാം. എന്നാലും എനിക്ക് ഇതേ ആളുകളൊക്കെ വെച്ചുകൊണ്ടും ഇതേ കാര്യങ്ങളും ഇതേ അക്കൗണ്ടിൽ വെറും 1 രൂപ മാത്രമായിട്ടുണ്ടാവാം. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഇതേ സംഭവം നമുക്ക് ആത്മീയതയിലേക്കും കൊണ്ടുവരാം. ആ പണത്തിന്റെ നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു നല്ലൊരു ബിസിനസ്സുകാരന് ആ 1 രൂപ പോലും ഇല്ലാതെ 1 രൂപ വെച്ചിട്ട് വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സിനിമ ഗജനിയ, അങ്ങനെ എന്തോ ഒരു സിനിമ ഉണ്ട്, രജനീകാന്തിന്റെ. ആ സിനിമയുടെ ഒരു ത്രില്ല് ഭയങ്കര തന്നെ. ഞാൻ പണ്ട് നന്നായിട്ട് സിനിമ കാണാൻ പോയിരുന്ന കാലത്ത് കണ്ട് അതിന്റെ ഒരു ഹിന്ദി കണ്ട്, എന്താ പറയാ, അതിന്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ കണ്ടല്ലായിരുന്നു. ഈ 2025 എന്നെ സംബന്ധിച്ച് എന്റെ അക്കൗണ്ടില്, ആത്മീയ അക്കൗണ്ടില് 1 രൂപയെ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. അതായത് 1 ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് നന്നായിട്ട് കാലിയാണ്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽ കാലിയാണ്. ആത്മീയ വൈബ്രേഷൻ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാലിയാണ്. കാരണം അറിവുകള് കാലി എന്ന് പറഞ്ഞാൽ 1 രൂപ എന്നും പറയാം വേണമെങ്കിൽ. കാലി എന്ന് പറയാൻ വയ്യ, 1 രൂപ ആയിട്ട് നിൽക്കുകയാണ്. കാരണം എനിക്ക് ബ്രഹ്മകുമാരീസ് വഴി കിട്ടിയ കുറെ അറിവുകൾ, അനുഭവങ്ങൾ, അതിലൂടെ ഞാൻ ചെയ്തു വെച്ച കുറെ കർമ്മങ്ങൾ, അപ്പൊ അതൊക്കെ ആത്മീയമായ ഒരു അനുഭവമാണ്. പിന്നെ അത് കൂടാതെ പിന്നെ മതാമൃതാനന്ദമയി, സായിബാബ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോയിട്ട് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, അറിവുകൾ, ഇതൊക്കെ ആത്മീയമായിട്ടുള്ള അക്കൗണ്ടാണ് എന്റെ. അതിന്റെ ബേസ്മെന്റിൽ എന്റെ ഹൃദയത്തിൽ ഇന്ന് ഉള്ളത് 1 രൂപയാണെന്ന് വെക്കാം. ഞാൻ അങ്ങനെ കണക്കാക്കുന്നു, 1 രൂപയാണെന്ന് കണക്കാക്കുന്നു. 2025 ഞാൻ കുറച്ച് ആ 1 രൂപ വെച്ചുകൊണ്ട് എന്റെ ആത്മീയ പവർ, ആത്മീയ അക്കൗണ്ട്, അതിലുള്ള സമ്പാദ്യം ഒന്ന് കൂട്ടാൻ തന്നെ തീരുമാനിച്ചു. 2024 ഞാൻ ഒരുപാട് വീഡിയോസ് ആ ലാസ്റ്റ് സമയം തൊട്ടിട്ടപ്പോ നമ്മുടെ ഈ ഒരു ബ്രഹ്മകുമാരീസിന്റെ ഒരു വീഡിയോ ഇട്ട്, ബ്രഹ്മകുമാരീസിലെ ലേഖരാജ്, ദാദാ ലേഖരാജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ഫോട്ടോയിൽ നിന്ന് ഞാനൊരു വീഡിയോ ഇട്ടതിന്റെ പേരില് ബ്രഹ്മകുമാരീസിലെ പാലക്കാട് SJP സോണിലുള്ള കുറച്ച് ആളുകളുടെ അവരുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തുകയും അങ്ങനെ ഞാൻ ആ ഒരു സംഘടനയുടെ ആ ഒരു സോണിൽ നിന്നും പിന്നെ 1-2 സോണലുകളുമായിട്ട് നോക്കിയപ്പോൾ അവിടെ കുറച്ച് പ്രയാസം കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് നിർത്തിവെച്ചു. ഞാൻ പോകുന്നുണ്ട്. എനിക്കിഷ്ടമുള്ളിടത്ത് പോകാനുള്ള അവകാശം ഇന്നും ഉണ്ട്. ഇന്നും ബ്രഹ്മകുമാരീസിന്റെ ചില സ്ഥലങ്ങൾ എനിക്ക് ഇന്നും ഹാപ്പി വെൽക്കം ഉണ്ട്. അവിടെയും വെൽക്കം തന്നെ. അവരൊന്നും ഇപ്പൊ ഞാൻ ഇപ്പൊ നാളെ മറ്റന്നാളോ പാലക്കാടോ കോട്ടയ്ക്കലോ എവിടെയെങ്കിലും പോയി എന്ന് വെച്ചിട്ട് എന്നെ ചവിട്ടി പുറത്താക്കൊന്നുമില്ല. ആ രീതിയിലല്ല ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. എനിക്ക് അവിടെ ഒരു ബാൻ ചെയ്തിട്ടുമില്ല. പക്ഷെ ഞാൻ തന്നെ അവരുടെ ചില സംസാരങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് ബാൻ ആക്കി നിർത്തിയിരിക്കുകയാണ്. എന്തിനാന്നറിയാം, നന്നായിട്ട് മത്സരിക്കാൻ തന്നെ. ഞാൻ പിന്നെ പറയുന്നുണ്ടല്ലോ, ഞാനും ഒന്ന് മത്സരിക്കാൻ തന്നെ. അപ്പൊ ആ മത്സരം ഞാൻ നന്നായി നടത്തി. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഫ്രീ ആണ്, പുറം ലോകത്തുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. ആ ബട്ടർഫ്ലൈ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വേണ്ടത് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ വെച്ചാല്, ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് വേണ്ടത് എടുത്തു വെക്കുന്നില്ല. എടുക്കുന്നു ചിലവാക്കും. ഇനി ഞാൻ കുറച്ച് എടുത്തു വെക്കും. നമുക്ക് അങ്ങനെ എടുത്ത് അട്ടിക്ക് ഇതിങ്ങനെ വെക്കാനൊന്നും പറ്റില്ല. ഷെയർ ചെയ്യണം, ചെലവാക്കണം, അക്കൗണ്ട് ചെലവാക്കണം. ഇപ്പൊ നമ്മളൊരു നല്ലൊരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് കിട്ടുന്ന പണം ബാങ്കിൽ ഒരു നല്ലൊരു ശതമാനം നിക്ഷേപിച്ചിരുന്നെങ്കിലും എന്താ പറയാ, റിയൽ എസ്റ്റേറ്റ് ആയിട്ടും മറ്റു ബിസിനസ്സുകളായിട്ടും ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെങ്ങനെ എന്ത് ചെയ്യണം, ചെലവാക്കിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വർദ്ധിക്കുക. അപ്പൊ അതിന്റെ ബേസ്മെന്റിൽ മാത്രമാണ് ഞാനിപ്പോ യൂട്യൂബിൽ ഈ വക കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇതിന്റെ ബേസ്മെന്റ് അല്ലാതെ ഇത് കുറെ ആളുകൾ കാണണമെന്നോ, അതിന്റെ എന്താ പറയാ റിസൾട്ട് എനിക്ക് കിട്ടണമെന്നോ, അതിന്റെ ലൈക്ക് എനിക്ക് കിട്ടണമെന്നോ, അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഇനിയിപ്പോ യൂട്യൂബ് വഴി പണം കിട്ടണമെന്നോ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല.
കണ്ടന്റ് എടുക്കാം, കമന്റുകൾ ഇടാം. കമന്റുകൾ ഇപ്പൊ മുടന്തം കമന്റ് ആണെങ്കിൽ ഇടാം. കാരണം എനിക്കത് ആലോചിക്കും. ഞാൻ എന്തായാലും കമന്റുകൾ കാണുന്നുണ്ട്. അപ്പൊ അതിന് ശേഷം പിന്നെ ചില കമന്റുകൾ മുടന്തം കമന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നെഗറ്റീവ് കമന്റ് ഇടാം, പക്ക തെറി വിളിച്ചുകൊണ്ടും കമന്റ് ഇടാം, നോ പ്രോബ്ലം. അതിനെന്താ പ്രശ്നം? അത് അവരുടെ അവകാശമാണ്. അതോട് കൂടിയിട്ട് അവരുടെ സംസ്കാരം വെളിപ്പെടുത്തണം. എന്താ കുഴപ്പമുള്ളത്? നീ ലൈക്ക് അടിക്കുന്ന കമന്റ് ഇടുന്നുണ്ട്, ലൈക്ക് അടിക്കുന്ന ഒരു കമന്റ് ഇടുന്നതും ഞാൻ കാണുന്നുണ്ട്. അവർക്ക് അത് പക്കാ ലൈക്കായിട്ട് ബോധ്യമായിട്ട് തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോ എന്താ പറയാ, എന്നെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവരിൽ ചെറിയൊരു സന്തോഷം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതല്ല, ഓരോരുത്തരും ഇത് പണ്ണാങ്കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ പോലെ എന്നെ കണ്ടന്റ് ഉണ്ടാക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്ന ഒരു രീതി എനിക്ക് പല വിധത്തുനിന്നും കിട്ടിക്കഴിഞ്ഞു. ഇനി അത് എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനത് പ്രാക്ടിക്കലാക്കി ചെയ്ത് എവിടെ അക്കൗണ്ട്, ഏത് ബാങ്കിൽ അക്കൗണ്ട്, അങ്ങനെയും കൂടെ ചിന്തിക്കണം. ബ്രഹ്മകുമാരീസ് ബാങ്കിൽ അക്കൗണ്ടിലാണോ, ഇനി വേറെ ഇപ്പൊ നമുക്ക് അഡ്വാൻസ്ഡ് ശങ്കർ പാർട്ടി അക്കൗണ്ട് അവിടെ വേണോ? ഇനി അതൊന്നുമല്ല, എനിക്ക് സ്വതന്ത്രമായിട്ടിരിക്കാറ്, എവിടെയും പോണ്ടല്ലോ, എനിക്ക് സ്വതന്ത്രമായിട്ടിരിക്കാറ്. ബാബ പഠിപ്പിച്ചിട്ടുള്ള മൂലവതനം, പിന്നെ ശാകാരലോകം. മൂലവതനത്തിൽ നിന്നാണ് ആത്മാക്കളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ മൂലവതനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, ഉണ്ട് എന്ന് പറയാം. സൂക്ഷ്മലോകം ഇല്ല എന്ന് പറയാം, ഉണ്ട് എന്ന് പറയാം. ഇതൊക്കെ അവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമാണ്. ഇതൊന്നും നമുക്ക് ആർക്കും ഒരാൾക്കും ഈ ലൗകികമായ കണ്ണുകൾ കൊണ്ട്, ഈ ജനവാതിൽ കൊണ്ട്, സയൻസിന്റെ എന്തെങ്കിലും സാധനം കൊണ്ട് നമുക്ക് തെളിയിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല. അല്ല, ഇത് ആത്മീയമാണ്. ഞാനിപ്പോ ഇതിന് പേര് തന്നെ ഇനി നന്നായിട്ടൊന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയം എത്തുമ്പോൾ ഞാൻ ആ പേര് മാറ്റുന്നുണ്ട്. പേര് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത് സ്പിരിച്വൽ സയൻസ് എന്നാണ്. ഞാൻ ബ്രഹ്മകുമാരീസ് സ്റ്റാർട്ട് ചെയ്തു, ഡ്രാമയിലേക്ക് എത്തി. ഡ്രാമ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓരോരോ എന്താ പറയാ കലകളായിട്ട് ഇതിനെ പേരിലേക്ക് കൊണ്ടുവന്ന സംഭവം ഞാൻ ഒരൊറ്റ കണ്ടന്റ് തന്നെയാണ് നടന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ, അഡ്വാൻസ്ഡ് നോളജ് ഒക്കെ കഴിഞ്ഞ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ നമ്പർ ഇട്ടുകൊണ്ട് ഈ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടേയിരിക്കും. സ്പിരിച്വൽ സയൻസ് ആയിട്ട് ഇതിനെ കുറച്ച് നന്നായിട്ട് ഇതിൽ സംസാരിക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. കുറച്ചും കൂടെ എന്താ വെച്ചാൽ എന്റെ മൈൻഡിൽ അങ്ങനെ ഒഴുകി ഇത് വന്നുകൊണ്ടേ ഇരിക്കാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ഇപ്പൊ നാളെ പറയേണ്ട സംഭവത്തെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ പ്രിപ്പയർഡ് ചെയ്ത് ആണെങ്കിൽ ഓക്കെ. അപ്പൊ എനിക്ക് അതിന് ആ ഒരു രീതിയിൽ സംസാരിക്കാം. അപ്പൊ ചിലപ്പോൾ ഞാൻ തന്നെ എന്റെ വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു ലെവലിലുള്ള സൈലൻസിന് പവർ ഉണ്ട്, അത് വേറെ ശിവ. പക്ഷെ ഈ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടന്റ് ഇടുകയാണെങ്കിൽ ഇപ്പൊ സമയം അത്യാവശ്യം 15 മിനിറ്റ് 18 മിനിറ്റോളായി. ഇപ്പൊ എത്ര സമയത്തുകൊണ്ട് ഞാൻ നിർത്തുന്ന എനിക്കറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കാം. ഇതിപ്പോ ആരും കേൾക്കുന്നൊന്നുമില്ല. ആരും അത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കേൾക്കുന്നില്ല എന്നല്ല, ആദ്യം ഞാൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. ആ റിപ്ലൈ കിട്ടുമ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഫ്ലോ ചിലപ്പോൾ പോകും. കാരണം അപ്പോൾ നമ്മൾ ഒരു കണ്ടന്റിന്ന് വേറൊരു കണ്ടന്റിലേക്ക് ഇങ്ങനെ വഴുതി പോകും. ഇപ്പൊ ഞാൻ 2025 ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇത് ചെയ്തതിൽ ഇനി ഞാൻ 2025 ഞാൻ നന്നായിട്ട് സമ്പാദിക്കാൻ തീരുമാനിച്ചു. ഞാൻ സമ്പാദിക്കാൻ പറഞ്ഞാല് സമ്പാദിക്കാൻ മാത്രം പറ്റൂല എനിക്കത് വിതരണം ചെയ്തേ തീരൂ. വിതരണം ചെയ്താവുമ്പോ തന്നെ ഈ ബിസിനസ് കുറച്ച് നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വിതരണം ചെയ്ത് തന്നെ ആവണം. അപ്പൊ ഞാനതിന് ഏതൊക്കെ വിധത്തില് ഏതൊക്കെ രീതിയിൽ വിതരണം ചെയ്യാൻ പറ്റും അത് ഞാൻ ഒന്ന് നന്നായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ആ രീതിയിൽ വിതരണം ചെയ്യും. ഇപ്പൊ ഞാൻ 2 ദിവസം മുന്നേ എന്റെ പെങ്ങളുടെ മകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചാണെങ്കിലോ നല്ല ഹയർ ലെവലിലുള്ള എഡ്യൂക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കേസൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ആ രീതിയിൽ, അതായത് എൻജോയ് ചെയ്തുകൂടെയാണ്. പക്ഷെ ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തു, ആത്മീയമായ രീതിയിൽ ഞാൻ എന്ത് എൻജോയ് ചെയ്യുന്നു എന്ന സംഭവം ഒന്നും അവർക്കൊന്നും കാണിച്ചു കൊടുക്കാൻ വയ്യ. അപ്പൊ ഞാനിപ്പോ എന്റെ ഈ താടിയും മുടിയും കോലമൊക്കെ കണ്ടപ്പോ ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ പോലെ വളരെ ശോചനീയമായി മാമന്റെ അവസ്ഥ എന്നാണ് പെങ്ങളുടെ മകളി പറഞ്ഞത് കുറച്ചു ദിവസം മുന്നേ. അത് അവരുടെ പേഴ്സണൽ തിങ്കിങ്സ്. അവരായിട്ട് കുറെ നേരം സംസാരിച്ചപ്പോൾ അവസാനം സത്യം പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞ എന്താ വെച്ചാൽ പറ്റ ഉറപ്പായി തോന്നിയെന്നാ പറഞ്ഞത്. അതായത് ഞാൻ കുറച്ച് കണ്ടന്റുകൾ
ഞാൻ അവരുടെ ഒരു എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ സംശയം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അതിനെ പറ്റിയിട്ട് അവർക്കൊന്നും പറയാനുമില്ല. നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ, വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അത് വളരെ വെറുപ്പായി തോന്നി എന്നാണ് പറഞ്ഞത്. ഞാൻ പറയും ശരി മരുമോളെ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ പതുക്കെ വേഗമായിരുന്നു സ്കൂട്ടർ. പക്ഷെ അത് അവരുടെ അഭിപ്രായമാണ്, ആ കുട്ടിയുടെ അഭിപ്രായമാണ്. പേഴ്സണലായിട്ട് ഞാൻ വിളിച്ച് കുറച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളല്ല, ഞാൻ മെയിനായിട്ട് അവർക്കൊരു പ്രൊഫഷണലുണ്ട്, ആ പ്രൊഫഷണലിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് ചോദിക്കുന്നപ്പോ ആള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ അവരെടുത്ത പ്രൊഫഷണല് അതിനെ പറ്റിയിട്ട് സംശയം ചോദിച്ചപ്പോ അതിനെപ്പറ്റി ഒന്നുമില്ല, ആ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു കണ്ടന്റും ഇല്ല. അതിന്റെ ഒരു ഉദാഹരണം, അത് ഇന്ന രീതിയിൽ പോയാൽ ഇന്ന രീതിയിലാവും മാമ, ഇന്ന രീതിയിൽ, അങ്ങനെയൊന്നല്ല. അവള് വേറൊരു ലെവൽ. അത് അവരുടെ പേഴ്സണൽ തിങ്കിങ്സ് ആണ്, നോ പ്രോബ്ലം. അങ്ങനെ ഒരുപാട് ബന്ധുക്കളുണ്ട്. പല ബന്ധുക്കളിലും ഞങ്ങളെ രസം എന്താ വെച്ചാൽ, ആ കുട്ടിയുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായിട്ട് പ്രൊഫഷണൽ കാര്യങ്ങൾ ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുമായിട്ട് എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പ്രായമുള്ള ആ വിഷയത്തിൽ പ്രാക്ടിക്കലായിട്ട് വളരെയധികം പ്രായമുള്ള വ്യക്തികളുണ്ട്. അവർക്ക് ആ ചില പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. എന്നാ എത്രയോ വർഷങ്ങളായിട്ട് ആ പ്രൊഫഷണൽ കൊണ്ട് പണം ഉണ്ടാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നടക്കുന്ന വ്യക്തികൾ. പണ്ട് ഞാന് ബോംബെയിലേക്ക് പോയി. ബോംബെയിലേക്ക് പോണത് ഒരു ആളെപ്പോഴും പിടുത്തം കിട്ടും, എന്നാലും മാഷായിട്ടാ പോണത്, ഹിന്ദി മാഷായിട്ട്. നമ്മുടെ അളിയനാണ്. അവിടുത്തെ ഹിന്ദി, അതായത് അവിടെ ടോക്കിംഗ് ഉള്ള ഹിന്ദിയും ഈ മാഷിന്റെ ഹിന്ദിയും തമ്മില് അവിടുത്തെ കുട്ടികള് ആ മാഷിനെ കളിയാക്കി. അവിടുത്തെ കുട്ടികള്. അപ്പൊ അതാണ് ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതിനെ പ്രാക്ടിക്കൽ ആക്കാതെ ഇരിക്കുമ്പോ അത് യൂസ് ആവില്ല. എന്ന് വെച്ചിട്ട് ആ മാഷ് അവിടെ കൃത്യമായിട്ട് ഹിന്ദി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അവിടുത്തെ ആ ഫ്ലുവന്റ് ഹിന്ദി ഉണ്ടല്ലോ, അതല്ല. സംഗതി ഹിന്ദി മാഷാണ്, പക്ഷെ അവിടുത്തെ ഹിന്ദി ഫ്ലുവന്റ് അല്ല. ഞാനും ആത്മീയത ചെയ്യുന്നുണ്ട്, ആത്മീയത പഠിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് ആത്മീയതയുടെ പിറകെയാണ്. പക്ഷെ ഞാൻ ഫ്ലുവന്റ് അല്ലായിരുന്നു. ഇപ്പോഴും ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കൊരു 5 വർഷം ഉണ്ടെങ്കിലും ഞാൻ ആത്മീയതയിൽ ഫ്ലുവന്റ് ആവണ്ടേ. അതിലെ സമ്പാദ്യം, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഇതിൽ നമുക്ക് സമ്പാദ്യം എന്ന് പറഞ്ഞ സംഭവം ബാബ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ സമ്പാദിക്കും. ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു വ്യക്തി മുരളിയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അത് സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ സർവ്വ ഖജനാക്കളാൽ സമ്പന്നമാണോ? അല്ലേ? ആയില്ലേ? എത്ര മധുരമായിട്ടാ ചോദിച്ചെന്നറിയാം. സർവ്വ ഖജനാക്കളാൽ സമ്പന്നമല്ലേ? ആണോ? അല്ലേ? അത് കുറേ തവണ ചോദിക്കുന്നുണ്ട്. എന്താണ് ഖജനാവ്? സർവ്വ ഖജനാവ് സ്നേഹത്തിന്ന് തുടങ്ങണം. സ്നേഹം, ജ്ഞാനം, ശാന്തി, ശക്തി, ആനന്ദം, സുഖം, പവിത്രത. ഇതില് ശക്തിയിലേക്ക് വരുമ്പോ സർവശക്തികള്, അഷ്ടശക്തികളാണ്. ഉൾവലിയാനുള്ള ശക്തി, നേരിടാനുള്ള ശക്തി, ഉൾക്കൊള്ളാനുള്ള ശക്തി, ഉരച്ചു നോക്കാനുള്ള ശക്തി, നിർണയിക്കാനുള്ള ശക്തി, എല്ലാം ഉള്ളിലെടുക്കാനുള്ള ശക്തി, നമ്മള് എത്ര ഏറ് കൊണ്ടാലും നല്ലത് മാത്രം നൽകാനുള്ള ശക്തി, പിന്നെ ഭാണ്ഡം മുറുക്കി കെട്ടാനുള്ള ശക്തി. അങ്ങനെ ഏതെങ്കിലും ഒരു ശക്തി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക്, അപ്പൊ അതും എന്റെ അടുത്തുള്ള മിസ്റ്റേക്കാണ്. അങ്ങനെയുള്ള ശക്തികള്. പിന്നെ 36 ദിവ്യ ഗുണങ്ങള്. സർവഖജനാക്കള് പറയുമ്പോ അതാണ്. 36 ദിവ്യ ഗുണങ്ങളിൽ ക്ഷമ, സരളത, ദിവ്യത, മധുരത, പവിത്രത, ക്ഷീണം, സുവ്യവസ്ഥ, രാജകീയത, നിർമോഹത്വം, ദയ, പിന്നെ അങ്ങനെ തുടങ്ങി 36 ഇപ്പൊ ഞാൻ 10 പറഞ്ഞോളൂ. ബാക്കി എന്റെ തലയിൽ കിട്ടുന്നില്ല, ഞാൻ അത്ര തന്നെ പഠിച്ചിട്ട്. എന്നാലും പിന്നെ ഞാൻ ഒന്നിങ്ങനെ ഓർമ്മിച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെയുള്ള ഖജനാക്കൾ മൊത്തം എവിടുന്ന വരുന്നു? ഈ സപ്തഗുണങ്ങളിൽ തന്നെയാണ് ഈ 36 ദിവ്യ ഗുണങ്ങളും വരുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അത് ഏതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണെന്ന് വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആവും.
പിന്നെ അതിനെ പറ്റിയിട്ട് കൂടുതൽ ബോധേടാവേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ 16 കലകൾ. 16 കലകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട്? ആദ്യം തുടങ്ങുന്നത് സഹകരിക്കാനുള്ള ജീവിതത്തിന്റെ 16 കലകൾ. ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുന്ന ഒന്ന് പഠിക്കാനും പഠിപ്പിക്കാനുള്ള കല, പിന്നെ മിത്രമാക്കാനുള്ള കല, സർവരെ മിത്രമാക്കാനുള്ള കല, പിന്നെ അങ്ങനെ തുടങ്ങി പല കലകളും. ആരോഗ്യകല, പെരുമാറാനുള്ള കല, പ്രസംഗിക്കാനുള്ള കല, പിന്നെ അങ്ങനെ 16 കല. 16 കല ഞാൻ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായി പഠിക്കണം. അതിന് ഈ 2025 ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ പോകും. 2025 ഞാൻ നന്നായി പഠിച്ചുകൊണ്ട് 2026 ഞാൻ ഇതൊക്കെ കാണാതെ പടപടപടേച്ചിട്ട് പറയുന്നല്ല കേട്ടോ. അങ്ങനെയല്ല, ഞാൻ നന്നായിട്ടൊന്ന് പരിശ്രമിക്കാൻ പോവാണ്. കാരണം ഇതിന്റെ പിന്നിൽ ഇനിയും ഉണ്ട്. സർവ്വഖജനാക്കളാണ്. സർവ്വഖജനാക്കളിൽ നിന്ന് ഇത്ര മാത്രമൊന്നുമല്ല. കുറെ പുസ്തകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ ബ്രഹ്മകുമാരീസ്. ഖജനാക്കൾ കുറെ ഉണ്ട്. ഒരു ബിന്ദുവെന്നാണ് വരുന്നെന്നുണ്ടെങ്കിലും കുറെ സംഭവങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ശതോപ്രധാനമായ സമയത്ത് നടത്തിയ വളരെ കുറെ നല്ല നല്ല കാര്യങ്ങൾ ഓരോരുത്തർ റിസർച്ച് ചെയ്തിട്ട്, ശതോപ്രധാന അവസ്ഥയിൽ റിസർച്ച് ചെയ്തിട്ട് എഴുതപ്പെട്ട പല കാര്യങ്ങളും രജോ പ്രധാനം തമോ പ്രധാനം ബ്രഹ്മകുമാരീസിന്റെ നടന്നുകൊണ്ടിരിക്കെ, അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ തമോ പ്രധാനം ആണെന്ന് തന്നെ പറയാം. നടന്നുകൊണ്ടിരിക്കെ പലതും ഒളിപ്പിച്ചു വെച്ചതുണ്ട്. ഉള്ളത് വേറെ രീതിയിലേക്ക് അവരുടെ മൃഷ്ടാന്ന ഭോജനം കറക്റ്റായിട്ട് കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാന്നുള്ള രീതിയിലേക്ക് മാറ്റി വെച്ചതുണ്ട്. അതായത് പഴയ വേണ്ട സതോപ്രധാന അറിവുകൾ ഇല്ലാതെ. പക്ഷെ ഈ സതോപ്രധാനത്തിൽ നിന്ന് ആ സമയത്ത് ജന്മം കൊണ്ട വ്യക്തികൾ ചിലര് ആ സമയത്ത് എന്താ പറയുക, സമ്പൂർണ്ണാവാതെ ബാബയും മമ്മയും സമ്പൂർണ്ണായി. മമ്മ ആദ്യം സമ്പൂർണ്ണായി, ബാബ രണ്ടാമത് സമ്പൂർണ്ണായി. ഇത് മാത്രമേ ശിവബാബ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തും ആയിരക്കണക്കിന് അല്ലെങ്കിൽ 300, 500 അങ്ങനെയൊക്കെയുള്ള കന്യകന്മാരും മറ്റവരൊക്കെ ഉണ്ട്. അവരൊക്കെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ചിലർക്ക് പിന്നെ ഈ ബന്ധനം കാരണം പിന്നീട് ബ്രഹ്മകുമാരീസിലേക്ക് വരാനേ പറ്റാതിരുന്ന കാലങ്ങൾ ആ സമയത്തുണ്ട്. ആദിയിൽ, ബ്രഹ്മകുമാരീസിന്റെ ആദിയിൽ അവര് ശരീരം വിട്ടവരുണ്ട്. ഏത് ചിലപ്പോ തന്നെ ഒരു ബട്ടിക്ക് പോയപ്പോ പറഞ്ഞാണ്, ഭക്ഷണം പോലും കൊടുക്കാതെ ഒരു കുഞ്ഞ്, ഒരു കന്യക ശരീരം വിട്ടു. അതായത് ആ വീട്ടുകാര് ബ്രഹ്മകുമാരീസിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഈ കുട്ടി ഭക്ഷണം കഴിച്ചില്ല. ഒരു കന്യക കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചില്ല. അങ്ങനെ അവസാനം അന്നത്തെ കാലത്തൊന്നും പിന്നെ വലിയൊരു സയൻസിന്റെ പ്രശ്നം അതില്ലല്ലോ. വലിയൊരു എന്താ പറയാ ഹോസ്പിറ്റല് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അവസാനം ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. അവര് പിന്നെ ഭക്ഷണം കൊടുത്താൽ പിന്നെ അത് പിടിക്കുമോ? കാരണം വളരെ മോശമായ അവസ്ഥയിൽ ആ കുട്ടി ശരീരം വിട്ടു. എന്നിട്ട് ബ്രഹ്മബാബ, അതായത് ദാദാ ലേഖരാജിനെ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അച്ഛൻ വന്ന സമയത്ത് ആള് മുഖം കൊടുത്തില്ല. പിണങ്ങല്ല ചെയ്തത്. ശരിക്കും ആള് മുഖം കൊടുത്തില്ല. പിന്നെ അവസാനം കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് അങ്ങനെ ആ ഒരു വ്യക്തിക്ക് മുഖം കൊടുക്കുന്നത്. ബട്ടിയിൽ പറഞ്ഞ കഥയാണ്. അത് എത്രത്തോളം സത്യമെന്നല്ല. ഇവിടെ ഇപ്പൊ പോയാലും കൂടുതലും കഥയാണ് കേൾക്കുക. ഇപ്പൊ ബ്രഹ്മകുമാരീസിൽ പോയാലും ബട്ടികളിലൊക്കെ കൂടുതൽ കഥകളാണ് കേൾക്കുക. കഥകൾ വേണ്ടെന്നല്ല, പക്ഷെ നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റുകളാണ്. വേറുള്ളവരുടെ കഥകൾ നമുക്ക് ആവശ്യമാണ്, ഇല്ലാന്നല്ല. അതൊക്കെ വളരെ കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് വേണ്ടത് അനുഭവങ്ങൾ, ആ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ട അടുത്ത ടൂൾസുകൾ, എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് അടുത്ത മെഡിറ്റേഷൻ ചെയ്യാൻ, എന്തൊക്കെയാണ് കുറവുകൾ, അത് കൂട്ടാൻ വേണ്ട സാധനങ്ങൾ. അത് ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ബാബ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ നോവൽ വായിക്കുന്നത് നിർത്തൂ, സിനിമ കാണുന്നത് നിർത്തൂ. ഇത് പ്രത്യേകമായിട്ട് മുരളിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതില് നമ്മുടെ മൈൻഡ് കുടുങ്ങി കിടക്കാൻ. ആ ഒരു കഥ കണ്ടതുകൊണ്ട് അതേ രീതിയിൽ നമുക്ക് അതേ ഒരു ഇൻസിഡന്റ് വന്നാലും കവർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ അതേ ഇൻസിഡന്റ് വന്നാൽ, ഇപ്പൊ ഒരുവിധം കേസുകൾ, എനിക്കൊരു കേസ് വന്നു, ഞാൻ വക്കീലിന്റെ അടുത്ത് പോയി, വക്കീൽ എഴുതി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു, എന്റെ റിയൽ ആയിട്ടുള്ള കഥകളില് അത് മതി. പിന്നെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കില്ലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഉള്ളതൊക്കെ എഴുതി കൊടുത്ത് ഞാൻ എന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് എനിക്ക് എന്താ പറയാ വക്കാലത്ത് എഴുതി തന്ന് ഞാനത് വായിച്ച് ഞാൻ തന്നെ തിരുത്തി കൊടുത്തു. ആള് കുറേ തള്ളി തന്നു. എന്റെ ആദ്യത്തെ വക്കീല് എനിക്ക് കുറേ കാര്യങ്ങളായി തന്നു. കഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ.
അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, കാരണം ഇതൊക്കെ ഞാൻ തന്നെ വേണം പോയിട്ട് തെളിയിക്ക്. അതുണ്ട് ഇതുണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തള്ളി തന്നു, ഒക്കെ വെട്ടിക്കൊടുത്തു ഞാൻ റിയൽ ആയിട്ട്. അപ്പൊ ഇയാൾ എഴുതി തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഇങ്ങനെയും കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കൊടുക്കാത്ത കുറെ കാര്യങ്ങൾ അപ്പൊ എന്റെ ഉള്ളിൽ തോന്നുന്നു. അപ്പൊ അതൊക്കെ ഞാൻ എഴുതി ചേർത്ത്, ഇതൊക്കെ എഴുതി ചേർക്കും, ആ കഥയിൽ അതൊക്കെ എഴുതി ചേർത്തു. അങ്ങനെ വക്കാലത്ത് തയ്യാറായി, നമ്മളത് അവിടെ കൊടുത്തു. ഇതുവരെ കേസൊന്നും ആയിട്ടില്ല. വർഷം ഇപ്പൊ എത്രയായി, 2 ആവണം. ഇപ്പൊ ഈ 2025 മാർച്ചല്ല ജൂൺ ആവുമ്പോഴേക്കും നമ്മുടെ കേസിന്റെ 2 വർഷവും. എന്നാ എന്താ പറയാ, മാർച്ച് 24-ാം തീയതി ഒക്കെ ആയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയത്. അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് 1 വർഷം. അത് ഒരു കഥ 2 വർഷം. ഈ 2 വർഷം ആയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്നെ വീണ്ടും കെട്ടിക്കാനും എന്താ പറയാ, എന്റെ ഈ പ്രയാസങ്ങൾ ഒരുപാട് ജനങ്ങൾട്ടാ, ഒന്നൊന്നല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പെങ്ങളെ മകള് പറഞ്ഞത് മാത്രല്ല, ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ എന്നെ വീണ്ടും കെട്ടിക്കാനും എന്റെ സന്തോഷം ഫേസ്ബുക്കിലൂടെയും മറ്റും കാണാനും ഒക്കെ ഉള്ള താല്പര്യമുണ്ട്. കാരണം നമ്മൾ അങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ താടിയും മുടിയും പറ്റിയിട്ടുള്ള കോലം അവൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല എന്ന് കരുതി എനിക്ക് പ്രയാസമുണ്ടോ? ഇല്ല. ഞാനിത് ആസ്വദിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം എനിക്ക് താടിയും മുടിയും എന്റെ ആഗ്രഹമാണ്. അത് എത്രത്തോളം താടിയും മുടിയും വളരും നോക്കട്ടെ. അത് വെച്ചിട്ട് ഇനിയിപ്പം മെലിയാണെങ്കിൽ മെലിയട്ടെ, അതൊന്നും അവരെ ബാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ കാണുമ്പോഴുള്ള കുറച്ച് സമയം, അവരെ കാണാതിരിക്കുന്ന പോലെ. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക്, കൂടുതൽ അഭിപ്രായം പറയുന്ന ആളുകളുടെ ഇടയിൽ നിന്നും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി നിന്നാൽ മതി. പിന്നെ ഇപ്പൊ ഇതൊക്കെ ഒരു 10-15 വട്ടം ഇപ്പം അഭിപ്രായം പറയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ട് ശീലാവും. പിന്നെ ഇത് എടുത്തിട്ട് സുന്ദരനാവാൻ നോക്കിയാലോ, അയ്യോ ഇതിനേക്കാളും നല്ലതായിരുന്നു. അതിപ്പോ തന്നെ താടിയുടെ അഭിപ്രായം ചില യൂത്ത് പയ്യന്മാര് പറയണ്ട, താടിക്ക് എടുക്കണട്ടാ, അത് ഒഴിവാക്കല്ലാട്ടാ. പിന്നെ ഞാൻ 1-2 ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചപ്പോ നിങ്ങൾക്ക് താടിയാണ് നല്ലത്, താടിയും മുടിയൊക്കെ വെച്ചിട്ടുള്ള ആ രൂപം നല്ലത്. അത് ചിലപ്പോ ഒന്നുകിൽ എന്താ പറയാ, അവന്റെ ഒരു ദയനീയ കോലം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെയും കുറെ കഥാപാത്രങ്ങളുണ്ടല്ലോ സിനിമയിൽ. ഒരു കഥാപാത്രം മാത്രമല്ലല്ലോ, ആ കഥാപാത്രവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ചിലപ്പോ എന്റെ ഫേസിൽ നന്നായിട്ട് തോന്നിയിട്ടായിരിക്കാം അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഇതേ സംഭവം തന്നെ വളരെ ദയനീയമായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നവരുണ്ട്. ഈ പുറംമൂടി ഒരു ഭാഗം, അകംമൂടി വേറൊരു ഭാഗം. ഇപ്പൊ ഞാൻ സംസാരിച്ച് വന്നിട്ട് ഏകദേശം 1/2 മണിക്കൂറോളം കഴിഞ്ഞു. ഇനിയും സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 1/2 മണിക്കൂർ സംസാരിക്കാനുള്ള കണ്ടന്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഒന്നൊന്നിനായിട്ട് കണക്ട് ചെയ്യാത്ത വിധത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് സാധനം വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ 2025 എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ വീഡിയോ ആയിട്ട് വരും, പക്ഷെ നല്ലൊരു ശതമാനം ഇത്ര നീളത്തിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങളോ എനിക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. കാരണം ഞാൻ കൂടുതലും ഇനി എന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ കൂടിയാണ് നോക്കുന്നത്. ഞാൻ നല്ലൊരു ശതമാനം ഈ സമ്പാദ്യം ചെലവാക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ വകുപ്പിൽ ചെലവാക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അറിയാത്തവർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ യോഗം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സമ്പാദ്യം ഉണ്ടാവും. അത് കൂട്ടുന്നതിന് ഒരു കാര്യമുള്ളൂ, വരദാനി മഹാദാനി, സങ്കല്പം, സാകാശ് എന്നീ സംഭവങ്ങൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് വീണ്ടും ഈ ബിസിനസിന്റെ പരിധി വീണ്ടും വർദ്ധിക്കും. ഞാൻ ഇതും ചെയ്യാറുണ്ട്, എന്നാൽ ചെലവാക്കാറുണ്ട്. ഏത് വഴിയാണ് ചെലവാക്കുന്നത്? കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം. 5 വികാരങ്ങൾ. 5 വികാരങ്ങളിലൂടെയാണ് നമുക്കിത് ചെലവാക്കാൻ പറ്റുക. അതിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഞാൻ ഏതൊക്കെ രീതിയിൽ ചെലവാക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ല. ഇനി നിങ്ങളും മെഡിറ്റേഷൻ നന്നായി ചെയ്യുന്നവരും അവർക്ക് പ്രത്യേക സമയത്ത് അനുഭവം കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. 5 വികാരങ്ങളിലൂടെ. ഈ 5 വികാരങ്ങൾ മാത്രമല്ല കേട്ടോ, 5 വികാരങ്ങളുടെ മക്കളും പേരക്കുട്ടികളും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട്. കാമവികാരം തന്നെ ഇപ്പൊ നമ്മൾ ബ്രഹ്മചര്യം സ്റ്റാർട്ട് ചെയ്തു. ബ്രഹ്മചര്യം മാത്രല്ല കാമവികാരം. ക്രോധവികാരം, ദേഷ്യം പിടിക്കുന്ന സംഭവം. നമ്മളിപ്പോ ഒരാളിട്ട് ദേഷ്യം പിടിക്കില്ല, അന്ന് വെക്കുക, ഇതൊക്കെ വന്നാലും അവിടെ നിന്ന് ഇതാക്കും. ദേഷ്യം പിടിക്കാത്തത് മാത്രല്ല ക്രോധവികാരം. അതായത് സംസാരത്തിലൂടെയോ മൈൻഡിൽ തിങ്കിങ്സ് വന്നാൽ മതി ക്രോധവികാരം. അത് പോണം. അത് പോവാതെ അതേപോലെ തന്നെ മോഹം, ലോഭം, അഹങ്കാരം.
ഇവരുടെയൊക്കെ പേരക്കുട്ടികളുണ്ട്, മക്കളും ഉണ്ട്. അതും ഇതേപോലെ തന്നെയാണ് ചെലവാക്കുന്ന സംഭവം. ചെറിയ കുട്ടീനെ ഉപയോഗിച്ചാൽ പോലും, പീരക്കുട്ടീനെ ഉപയോഗിച്ചാലും ശരി, മക്കളെ ഉപയോഗിച്ചാലും ശരി, വികാരത്തിന്റെ കേട്ടോ ചെലവായി. നമ്മൾ യോഗം ചെയ്തു, രാവിലെ അമൃതവേള, ട്രാഫിക് കൺട്രോള്, പിന്നെ ഭക്ഷണശുദ്ധി, ക്ലാസ്, മെഡിറ്റേഷൻ, മുരളി ക്ലാസ്, വീണ്ടും വൈകിട്ട് സന്ധ്യായോഗം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഓറ പവർഫുൾ ആയി നോക്കിയ ഈ ലോകത്തോളം വലുതായി നോക്കിയ ചെറിയൊരു കുട്ടീനെ ഉപയോഗിച്ചാൽ മതി, ക്രോധവികാരത്തിന്റെയോ മോഹവികാരത്തിന്റെയോ ഉപയോഗിച്ചാൽ മതി. അപ്പൊ തന്നെ നമ്മുടെ ആ ലൈറ്റിന്റെ ആ കളർ കുറയും എന്ന് കരുതി നാളെ വീണ്ടും അമൃതവേളയും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും കൂടൂട്ടാ. കാരണം എന്താ, ഇത് ചെയ്ത് വലുതാക്കുന്ന സംഭവമാണ്. ഇതാണ് സ്വാതന്ത്ര്യം. ഈ സമയത്ത് നമുക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കുകയും ചെയ്യാം, എത്ര വേണമെങ്കിലും ചെലവാക്കുകയും ചെയ്യാം. 1 രൂപ ഭണ്ഡാരത്തിലിടൂ, ഏത് ഭണ്ഡാരത്തിലും ഇടാം. എന്താ പറയാ, ബ്രഹ്മകുമാരീസിന്റെ ഭണ്ഡാരത്തിലിടാം. ഇനി ബ്രഹ്മകുമാരീസിന്റെ ഭണ്ഡാരത്തിൽ ഇട്ടാൽ കിട്ടുന്ന ചെലവിന് അതേപോലെ തന്നെ നമുക്ക് പുറത്തും ചെയ്യാൻ പറ്റും, പുറമേയും ചെയ്യാൻ പറ്റും. ബ്രഹ്മകുമാരീസിന്റെ അതേ സേവനം ബ്രഹ്മകുമാരീസിന്റെ ഒരു പടി പോലും കടക്കാതെ നമുക്ക് ഭണ്ഡാരത്തിലിട്ട് ചെയ്യാൻ പറ്റും. ബ്രഹ്മകുമാരീസിൽ നിൽക്കുന്നതിനേക്കാളും നന്നായി സമ്പാദിക്കാനുള്ള പല മാർഗം പ്രപഞ്ചത്തിലുണ്ട്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഈശ്വരീയ സേവാധാരികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പെട്ടി. ആ പെട്ടിയിൽ ഒരു ചെറിയ ഓട്ട, അതിലൂടെ 1 രൂപ ഇട്ട് സമ്പാദിച്ചവരാണ് നമ്മളൊക്കെ. അതേപോലെ തന്നെ അതിന്റെ അനന്തരഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ബിസിനസിന്റെയോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും മാർഗത്തിലൂടെയോ നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടി, നമ്മൾ അതിനെ ചെലവാക്കിയവരായിട്ട്. ഇതുപോലുള്ള സാധനങ്ങൾ, വസ്ത്രം, കമ്മല്, ഇതൊക്കെയാണ് നമ്മൾ ലൗകികത്തിലുള്ളത്. പക്ഷെ അതൊക്കെ ആവശ്യം തന്നെയാണ്. നല്ല നല്ല പട്ടുസാരി, വീട്, വലിയ വലിയ ബംഗ്ലാവ്. ഇപ്പൊ കല്യാണം കഴിച്ചവരാണെങ്കിൽ പവിത്രമായി ജീവിച്ചുകൊണ്ട്, മക്കളുള്ളവരാണെങ്കിൽ പവിത്രമായി ജീവിച്ചുകൊണ്ട് ചെയ്യുന്നതിനിടയ്ക്കും പല പല കുട്ടികളെയും പേരക്കുട്ടികളെയും, അതാണ് വികാരത്തിന്റെ കുട്ടികളെയും പേരക്കുട്ടികളെയും ഇപ്പോഴും ഉപേക്ഷിക്കാത്ത ഒട്ടേറെ പേർ. അവരത് ഉപേക്ഷിക്കാതെ എന്ന് പറയുമ്പോൾ അവർക്കത് ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റാത്തതല്ല, അവർക്ക് ശരിക്കും അറിയുന്നില്ല. ഈ പറഞ്ഞ എനിക്കൂട്ടാ, ഞാനും അതിന്റെ ഒരു റിസർച്ചിങ്ങിലാണ്. എനിക്കും ഉപേക്ഷിക്കാനേ പറ്റാത്ത ചില വികാരങ്ങൾ, അതിനെ ഞാൻ ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിച്ച് ഞാൻ അതിന്റെ പുതിയ തലം, അതായത് ബാബ സത്യയുഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ സത്യത്തിലേക്ക് വരുമോ? ഞാൻ അത് പിന്നെയും പറയുന്നുണ്ട്, ഞാൻ 1-1 സത്യത്തിലേക്ക് വന്നോളണം എന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ഞാൻ ചില സമയത്ത് എന്റെ കർമ്മങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, 1-1 ഞാൻ ബാബ യോഗ്യനാക്കിയിട്ട് കാര്യമില്ല, ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് തന്നെ പൂർണ്ണമായിട്ട് ബോധ്യമാവണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഒരു തവണ ഒരു കമന്റ് ഇട്ടത്, 1-1 ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ 2024 കഴിഞ്ഞു, 2025 1-1 ഞാനുണ്ട്. അത് 2024 12 മണിക്കും 12 മണി കഴിഞ്ഞ് 12-1 ഞാനുണ്ട്, ഉറങ്ങാതുണ്ട്. അതുകൊണ്ട് പിന്നെ പോയി വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, അതായത് 2024-25 ആ ഒരു സമയത്ത് നന്നായിട്ട് യോഗം ചെയ്തിരുന്നോന്ന് വെച്ചാൽ ഇല്ല. കാരണം പുറം വൈബ്രേഷനിലാണ്. പുറം വൈബ്രേഷൻ വളരെ മോശം തന്നെയായിരുന്നു. അപ്പൊ അവിടേക്ക് ഒന്ന് പോയി ഒന്ന് കറങ്ങി, നമ്മൾ സുഹൃത്തുമായി കറങ്ങി, അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ഒരു 1-1.5 സമയമായി. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തു. ആ സമയത്താണ് പിന്നെ ഞാൻ 2024 ആദ്യം 12 മണിക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നെറ്റ്വർക്ക് ഫുൾ ജാം. വീട്ടിൽ വന്ന് വൈഫൈ ഒക്കെ ഓണാക്കി അത് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നീട് കിടന്നുറങ്ങുന്നത്. പിന്നെ ഞാനൊരു 3:30 എഴുന്നേറ്റ് കണ്ടു വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും സങ്കല്പം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സങ്കല്പമാണ് 2025 മുതൽ നന്നായിട്ടൊരു ചേഞ്ചിങ്. ഞാൻ വേറൊരു രസമുണ്ട്, എൻ്റെ ഒരു ചേഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ആവാൻ പറ്റിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, സങ്കല്പങ്ങൾ പലതും നടക്കുന്നുണ്ടെന്ന്. സങ്കല്പം എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടുന്നുണ്ട്. ഇന്ന് ആഗ്രഹിച്ചത് നാളെ തന്നെ കിട്ടാന്നില്ല കേട്ടോ.
ഇന്ന് ഞാൻ സങ്കല്പം ചെയ്തത് നാളെ തന്നെ എനിക്കത് പരിപൂർണമായി കിട്ടി ബോധിച്ചു എന്നില്ല. ഇന്ന് ഞാൻ നല്ല പവർഫുൾ ആയിട്ട് ഞാനൊരു കാര്യത്തിന് സങ്കല്പം ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ സാധിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ മെഡിറ്റേഷന്റെ ഒരു രീതി തന്നെ ഞാൻ കുറച്ച് പവർഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കുറെ ആളുകൾ അതിന് ഒരു എന്താ പറയുക, ബ്രഹ്മകുമാരീസിലുള്ള പല വ്യക്തികളും തന്നെ അത്ര തന്നെ സ്ട്രോങ് ആയിട്ടൊന്നും പോകണ്ടെന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം ഞാനത് തിരുത്തി. പക്ഷെ നോക്കുമ്പോ അങ്ങനെ പോകാതിരുന്നിട്ട് കാര്യമില്ല. കാരണം അവിടെ എനിക്ക് ഹെൽപ്പ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സതോ തതോ തമോ സതോ രജോ തമോ ആ ലെവലിലാണ് നടക്കുന്നത്. അപ്പൊ ഈ സതോയില് ഉള്ള സമയത്ത് മുജ്ജന്മത്തില് 87 ഞാൻ ജനിക്കുന്നതിന് മുന്നേ ബ്രഹ്മകുമാരീസിന്റെ ഏതോ സെന്ററിന്റെ വകുപ്പ് വഴി എനിക്ക് ഈ ജ്ഞാനം കിട്ടിയിട്ടുണ്ടോ, അതോ ആ സമയത്ത് ഞാൻ വർഷങ്ങളോളം അവിടെ സേവനം ചെയ്തിട്ടുണ്ടോ, അതിന്റെ സമ്പാദ്യം എന്നിലുണ്ടോ, അതൊന്നും എനിക്കറിയില്ല. ഉണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം, അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അതിന്റെ രീതിയിലുള്ള ബാലൻസ് ശിഷ്ടമായിരിക്കാം. എനിക്ക് പെട്ടെന്ന് ബാബയെ കിട്ടിയ സമയത്ത്, അതായത് 2007-ലോ 2006-ലോ അങ്ങോട്ട് ഈ ജന്മത്തില് ബാബയുടെ കാര്യങ്ങൾ കേൾക്കുന്നത്. അതിന്റെ മുന്നേ ഞാൻ ബ്രഹ്മകുമാരീസിന്റെ കാര്യമേ കേൾക്കുന്നില്ല. ആ ഫസ്റ്റ് സമയത്താണ് കേൾക്കുന്നത്. അത് കേട്ട് അതിന്റെ ആ നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ പിന്നെ ഭയങ്കര ആഗ്രഹമായി. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവിടെ പോകണം എന്നുള്ള ആഗ്രഹമായി. അങ്ങനെ ആ ആഗ്രഹം, ആ സങ്കല്പമുള്ളത്, ആ സങ്കല്പം ഒരു മാസം കൊണ്ടോ മറ്റോ സാധിച്ചു. 7 ദിവസം അടുപ്പിച്ച് ഞാൻ പോയിരുന്നു, ക്ലാസ് കേട്ട് ഞാനതിൽ ഉറച്ചു കഴിഞ്ഞു. ഈ സാധനമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. വീട്ടുകാർ സമ്മതിക്കണ്ടേ, ചെയ്യാൻ CD കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഞാനിങ്ങനെ ഓം ശാന്തി, നിങ്ങൾ ആത്മാവാണെന്ന് സങ്കല്പിച്ച് അങ്ങനെ മുകളിലേക്ക് പോകുന്നതാണെന്ന് സങ്കല്പിക്കുക. ഈ സങ്കല്പങ്ങളുടെയൊക്കെ ഓഡിയോ കാസറ്റ് ഇട്ടുമ്പോ അച്ഛൻ, അമ്മ, പെങ്ങള്, പിന്നെ അതേപോലെ അവിടെ ഒരു അച്ഛമ്മ ഉണ്ടായിരുന്നു ആ സമയത്ത്, ഇവരുടെ ഒരു ഒപ്പോസിഷൻ. പിന്നെ അതേപോലെ ആ സമയമാകുമ്പോഴേക്കും ബാക്കി ഇപ്പൊ എനിക്ക് അന്ന് പോയി ക്ലാസ് കേൾക്കാൻ എനിക്ക് സൗകര്യം ചെയ്തു തന്നൊരു വ്യക്തി, അപ്പൊ അവരിലേക്കുള്ള കോളുകള്, അതേപോലെ അവരുടെ അടുത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെ അനവധി നിർദ്ദേശങ്ങൾ. എന്റെ പ്രായം ഏകദേശം 18-19 ആയിട്ടുണ്ടോന്നാ തോന്നുന്നു. 18 ആയോ അന്ന്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇല്ലെങ്കിൽ 18-ൽ താഴെ. എനിക്ക് ആദ്യമായിട്ട് ഈ ജന്മത്തിൽ ബ്രഹ്മകുമാരീസിന്റെ കാര്യം കേട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്. പക്ഷെ അപ്പോഴും എനിക്ക് ശ്രീമതത്തിൽ എന്താണ് ഏതാണ് മുഴുവൻ എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴേക്ക് ഇവരുടെ സങ്കല്പം പവർഫുൾ ആണ്. അങ്ങനെ അത് ഞാൻ വിട്ടു. പിന്നീട് ഇതൊക്കെ ഞാൻ ഒരുതവണ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ഒന്നും കൂടെ പറയാണ്. കാരണം ചിലപ്പോ ഒരു വ്യൂവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 2 വ്യൂവേഴ്സ് ആയിരിക്കും വീണ്ടും കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോ അവരൊന്നും പഴയ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നില്ല. പഴയ വീഡിയോ പോയിട്ട് കണ്ടു വന്നാലേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണല്ലോ വീണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ബ്രഹ്മകുമാരീസിന്റെ പിന്നീട് ക്ലാസ്സിന് ഞാൻ പോകുന്നത് പെങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം. ഞാൻ പെട്ടെന്ന് ഇതേപോലെ ബ്രഹ്മകുമാരീസിന്റെ കോട്ടയ്ക്കലൊരു സെന്റർ ഉണ്ടല്ലോ, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി. അതിന്റെ ശേഷം പിന്നെ ഞാൻ ശ്രീമതങ്ങൾ ഓരോന്ന് പഠിച്ചെടുത്ത് പാലിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നെ പെങ്ങളില്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ അച്ഛനില്ല, പിന്നെ അമ്മയും അച്ഛനും മാത്രമാണ്. അവരുടെ പൊസിഷൻ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. എന്നാലും ഞാനൊരു കഠിനമായി അണ്ണാകുഞ്ഞ് മരം കയറ്റം പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉദാഹരണം പറയുന്നത്, വീണ്ടും ഞാൻ കഠിനമായി പരിശ്രമിച്ച് കാരണം ഇത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ തന്നെ വേണം മുന്നോട്ട് പോകാൻ. ബാബു പറയുന്നുണ്ട്, ആർക്കും ദുഃഖം കൊടുക്കരുത്, സുഖം കൊടുക്കൂ, ശാന്തി കൊടുക്കൂ. അപ്പൊ അതെന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്, അവരെന്തിനാണ് ഇത് ചെയ്യാതിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അന്നൊന്നും അതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല. ഇവർക്കൊന്നും പറ്റുന്ന വെറുതെ വിട്ടാ പോരായിരുന്നു എന്ന് ഞാൻ അന്നൊക്കെ ചിന്തിച്ചത്. പക്ഷെ അവരെ എങ്ങനെ വന്നാലും ദേഷ്യമില്ല എന്നുള്ള അച്ഛനന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നിട്ട്. അന്ന് അച്ഛനില്ലെങ്കിൽ അന്ന് ഈ ബ്രഹ്മകുമാരീസിൽ വന്നിട്ട് ഓരോരോ ആളുകളുമായിട്ട് ഇവൻ ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇവനിപ്പോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, ഇവൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഇതൊന്നും ശരിയല്ല, ഇതൊന്നും പറ്റൂല, ഇവനെ പ്രതി ഞങ്ങൾക്ക് വേറെ ആശകളാണ് എന്നതാണ് അവരുടെ പ്രശ്നം. അങ്ങനെ ഇരിക്കെ പിന്നെ ഞാൻ അതൊന്നൊന്ന് വിട്ടു. അവിടുന്ന് വീണ്ടും ഞാൻ വിട്ടു. കാരണം എന്താ, ഇവരുടെ സങ്കല്പം. അതിനേക്കാൾ ഉപരി ഞാനൊന്ന് കടുത്തപ്പോ എന്നോട് ബ്രഹ്മകുമാരീസിലുള്ള വ്യക്തികളും പറഞ്ഞു, അത്ര തന്നെ കടുത്തിട്ടൊന്നും പോകണ്ട, പതുക്കെ അച്ഛനമ്മമാര് പറഞ്ഞ പ്രകാരം പതുക്കെ ചെയ്ത് നമുക്ക് തന്നെ കിട്ടും, നമുക്കുള്ള പാട്ട് നമുക്ക് തന്നെ ഉണ്ടാവും. അങ്ങനെ ഞാൻ പതുക്കെ ഒന്ന് ഇവരുടെ കൂടാണ്ട് നിന്നപ്പോ
അച്ഛനമ്മയും പറഞ്ഞതൊക്കെ കേട്ട് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ കല്യാണമൊക്കെ കഴിക്കാന്നുള്ള ലെവലിലേക്കൊക്കെ എത്തി. അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു. പക്ഷെ ആ സമയത്ത് വീണ്ടും ഈ കല്യാണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്. ആത്മ പരമാത്മ ഡ്രാമ ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട്. അതിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം, ഒരു മിതമായ രീതിയിൽ. പിന്നെ അടുത്ത എന്താ വെച്ചാൽ, ഈ 2 തവണ നമ്മൾക്ക് ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടല്ലോ. അതായത് ആദ്യം ഞാൻ എന്റെ ഫസ്റ്റത്തെ സമയത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പടി വെക്കുമ്പോ അവിടെ എനിക്കൊരു പരാജയം സംഭവിച്ചു. പിന്നെ രണ്ടാമത് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വീണ്ടും ഇതിനൊരു സ്റ്റെപ്പ് വെച്ചപ്പോ അവിടെയും വീണ്ടും പരാജയം സംഭവിച്ചു. അങ്ങനെയാണ് പിന്നെ വിവാഹത്തിന് ശേഷം ഇവളെയും കൂട്ടിക്കൊണ്ട് പതുക്കെ നമ്മൾ ഇതിലേക്ക് പോവാന്നുള്ള. അപ്പോഴാണ് പിന്നെ ഭയങ്കര പ്രശ്നമായത്. അച്ഛനമ്മേണ്ടെങ്കാളുള്ള പ്രശ്നത്തിനേക്കാൾ അപ്പുറത്തെ പ്രശ്നം. കാരണം കേസ് വരെയായി. ബ്രഹ്മകുമാരീസിലെ മെഡിറ്റേഷൻ ചെയ്തതിന്റെ പേരിൽ കേസ് വരെയായി എന്ന് കരുതി നമ്മൾ ബാക്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അണ്ണാൻ കുഞ്ഞിന് മരങ്കേറ്റം പഠിപ്പിക്കണ്ട. ഇപ്പൊ കൗൺസിലിംഗ് കഴിഞ്ഞതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വലിയ കേസാണ്. കേസ് വിധി വരുമ്പോ ചിലപ്പോ നമ്മളെ തൂക്കിക്കൊല്ലാൻ വരെ വിധി വരുന്ന കേസാണ്. അങ്ങനെയൊന്നുമില്ല. കുടുംബ പ്രശ്നമാണ്. ഈ കുടുംബ പ്രശ്നം ഏറ്റവും കൂടുതൽ ഊതിപ്പെരുപ്പിച്ചിട്ട് ഏറ്റവും മോശമാക്കുന്ന ആ കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെയാണ്. അതിലിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ കുടുംബത്തില് നാട്ടുകാരുടെ കണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോ ഞാനും ഭാര്യ. അത് പോയി കിട്ടി. അതായത് സെപ്പറേറ്റഡ് ആയി കിട്ടി. ഇപ്പൊ അവളിവിടെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൾക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് കയറി വന്നൂടെ? നിയമപരമായിട്ട് വേണമെങ്കിൽ അവൾക്ക് ഫുൾ സപ്പോർട്ടാണ്. കയറി വന്നു എന്തെങ്കിലും കാര്യം അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. കാരണം അവളിവിടെ നിലവിലുള്ള അവസാന സമയത്ത് അവൾ അതിനെപ്പറ്റി അനുഭവിച്ചതാണ്. അതുകൊണ്ട് അവള് അങ്ങനെ കയറി വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ അവള് വരട്ടെ. കേസ് കേസിന്റെ അന്ത്യവിധി വരെ അവൾക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ, ഒന്ന് നിൽക്കട്ടെ, നമ്മളെ ശല്യപ്പെടുത്തട്ടെ. പക്ഷെ അത് അങ്ങനെ വന്നാൽ പോലും അങ്ങനെയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അതായത് ഭർത്താവിൽ നിന്നും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും അവർക്ക് വേറെ ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതായത് അവളുടെ വീട്ടിൽ അത്ര തന്നെ ഒരു ഹാപ്പി അല്ലാത്തതുകൊണ്ട് അവൾ വന്ന് ഇങ്ങനെ കൂടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പതുക്കെ ശല്യപ്പെടുത്തി ചിലര് വീണ്ടും ഒന്നിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നിച്ചവരുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവള് വരട്ടെ. അവള് കൊടുത്ത കേസും ഞാൻ കൊടുത്ത കേസും അവിടെ നിലനിൽക്കെ അവളിവിടെ വന്ന് അവൾ അങ്ങനെ ചെയ്യണം വരട്ടെ. അപ്പൊ എന്താവുന്നുള്ളത് നമുക്ക് കാണാറ്. ഞാനിതൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്റെ കേസ് തന്നെ എന്റെ പേഴ്സണൽ കേസാണ്. ആ കേസിൽ എങ്ങനെ ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം, ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് അംഗീകരിക്കണം, ഞാൻ എന്ത് അംഗീകരിക്കണ്ട, എന്താണ് എന്റെ ജീവിതത്തിൽ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാലൊന്നും എനിക്ക് ഡിവോഴ്സ് കിട്ടുന്നില്ല. അപ്പൊ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മുളക് പൊടി ചേർത്തുകൊണ്ടാണ് നമുക്ക് വക്കീലും തന്നത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. സംഭവം ഉണ്ടായത് തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാല് ഈ കേസ് തന്നെ അങ്ങനെയാണ്. കേസിന്റെ ബൂസ്റ്റിങ്ങിന് വക്കീലന്മാർ തരുന്ന കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടികളുണ്ട്. ആ മസാലപ്പൊടികളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതിന് കറക്റ്റായിട്ട് ഷൗട്ട് ചെയ്ത് അതിന്റെ കറക്റ്റായിട്ടുള്ള നിയമവശങ്ങൾ വെച്ചുകൊണ്ട് അതിനെ വിജയിപ്പിക്കേണ്ട കടമ ആരുതാണ്? വക്കീലിന്റെയാണ്. ഇനിയിപ്പോ വക്കീലില്ലാതെ എനിക്ക് സ്വയം വേണമെങ്കിൽ വാദിച്ചു, അത് വാദിച്ച് അതിനെ കൃത്യമായിട്ട് വിജയിപ്പിക്കേണ്ട കടമ ആ കേസിന്റെ. ഞാൻ വാദിച്ചിട്ടാണെങ്കിൽ ഞാനത് വിജയിക്കാന്നുള്ളത് അത് എന്റെ കടമയാണ്. അതിന് എനിക്ക് ഒരു വക്കീൽ, ഇപ്പൊ എന്റെ രണ്ടാമത്തെ വക്കീലാണ്. ആദ്യത്തെ വക്കീലിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അത് മാത്രല്ല പണം ചെലവാക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര തന്നെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കേസിൽ രണ്ടാമത്തെ വക്കീലിന് ലീഗൽ സർവീസ് വഴി വെച്ചു. ഇപ്പൊ ഞാൻ ആ വക്കീലിനും വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും എനിക്ക് ആ വക്കീലിനെ മാറ്റാം. ഞാൻ വീണ്ടും ഒരു ലെറ്റർ എഴുതി കൊടുത്ത് എനിക്ക് വീണ്ടും വക്കീലിനെ മാറ്റിത്തരും. ലീഗൽ സർവീസ് തന്നെ വക്കീലിനെ മാറ്റിത്തരും. അതിനുള്ള ഓപ്ഷനുണ്ട്. എന്റെ കേസ് 25 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ വർഷം ഓരോ വക്കീലിനെ വീതം വേണമെങ്കിൽ എനിക്ക് മാറ്റാം. എന്തെങ്കിലും ഒരു പരാതി കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ലീഗൽ സർവീസിൽ 25 വർഷം ലീഗൽ സർവീസിന് ഞാൻ പ്രാപ്തനാണെങ്കിൽ കേട്ടോ. അതായത് 3 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ലീഗൽ സർവീസിൽ നിന്ന് വക്കീലിനെ ഇത് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് വരുമാനം കൂടിക്കഴിഞ്ഞാൽ 3 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം 2025 കഴിഞ്ഞ് 26 കൂടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലീഗൽ സർവീസിനുള്ള
ഇതുണ്ടാവില്ല. കാരണം നമ്മൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തുകൊണ്ട് ഞാൻ കേസ് വാദിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഞാനൊരു ബിസിനസ് ഇപ്പൊ അങ്ങനെ ചെറിയൊരു ബിസിനസ് ഞാൻ പറഞ്ഞില്ല, ഇത് 2025 വെറും സമ്പാദ്യത്തിന്റെയും അതിന്റെ ഇതിനുള്ളതാണ്. അതിൽ ലൗകിക സമ്പാദ്യത്തിന് ഞാൻ കൂട്ടാൻ ശ്രമം നടത്തുന്നുണ്ട്. 2025 തന്നെ ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്ത് 2026 ആകുമ്പോഴേക്കും ഞാൻ കോടീശ്വരനാവുന്നോ ലക്ഷപ്രഭു ആവുന്നോ അല്ല, ശ്രമിക്കുന്ന പറഞ്ഞു. ചിലപ്പോൾ 2030 ആകുമ്പോഴേക്കായിരിക്കാം എനിക്ക് ചിലപ്പോൾ നല്ലൊരു 3 ലക്ഷത്തിൽ കവിഞ്ഞ വരുമാനം ഗവൺമെന്റിന് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയെങ്കിൽ അവര് എനിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തരും. താങ്കൾക്ക് 3 ലക്ഷം, നിർദ്ദേശമല്ല, എന്റെ വരുമാന സർട്ടിഫിക്കറ്റിൽ കാണിക്കും 3 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ലീഗൽ സർവീസിൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ വയ്ക്കും, വക്കീലിനെ വയ്ക്കും. 2030 കേസ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ പണം കൊടുത്ത് വക്കീലിനെ വയ്ക്കും, കേസ് മുന്നോട്ട് തന്നെ പോകും. അപ്പൊ അതങ്ങനെ നടക്കുന്നു. ഇപ്പൊ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. 1 മണിക്കൂർ ആവാതെ ഞാൻ അങ്ങനെ നിന്ന് കുറച്ച് വലിയൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ 2025 എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ സർവ്വഖജനാക്കളാലും സമ്പാദിക്കും, ലൗകികത്തിലും അലൗകികത്തിലും സർവ്വഖജനാക്കളാലും സമ്പന്നമാവാൻ തന്നെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു മുരളിയും ഞാൻ എടുക്കുന്നില്ല. ഈ മുരളിയുടെ മെയിൻ പോയിന്റ് മാത്രം ബാബ പറഞ്ഞിട്ടുള്ള ആ കണ്ടന്റ്. പക്ഷെ അതിലെല്ലാം ഉണ്ട്. സർവ്വഖജനാക്കളാൽ സമ്പന്നം എന്ന് പറഞ്ഞാല് ജ്ഞാനം, ശാന്തി, ശക്തി, എല്ലാ ഖജനാക്കളാലും. അത് എത്ര വർഷം എടുക്കും എനിക്കറിയില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എന്ന് കരുതി നമ്മൾ വീണ്ടും ചെലവാക്കൂല എന്നല്ല. അതിന്റെ ഇടയിൽ ഏതെങ്കിലും വകുപ്പിലുള്ള വികാരങ്ങളിലൂടെ എനിക്ക് സമ്പാദ്യം നഷ്ടമായേക്കാം. ഏത് സമ്പാദ്യം? ആത്മീയ സമ്പാദ്യം. എന്നാലും അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഓറയെ വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു കഠിന പരിശ്രമം, ആശ്രമം എന്നല്ല പറയാം, ആശ്രമത്തിലെ സ്വാമികൾ എന്നൊക്കെയല്ലേ പറയാം. അപ്പൊ ആ ഒരു ശ്രമം കഠിനമാക്കാനുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വീഡിയോയിൽ വരണം എന്നില്ല, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 2-3 വീഡിയോ ആയിട്ട് വരാം, ചില ദിവസം ഒരൊറ്റ സമയം തന്നെ. ഇപ്പൊ ഞാനിപ്പോ ഈ 1 മണിക്കൂർ വിട്ടിരുന്ന് ഏകദേശം 1 മണിക്കൂർ ആവാറ്. ഇതേപോലുള്ള വീഡിയോ ചിലപ്പോൾ ഞാൻ 1-2 കണ്ടന്റുകൾ 3 മിനിറ്റ് അതേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്തു വെച്ച് ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും. അപ്പോഴും എനിക്ക് ലാഭമാണ്. ഓരോ ദിവസവും ഈ സാധനം, ഈ മൈക്ക് കുത്തലും കണ്ടന്റ് ഉണ്ടാക്കലും കണ്ടന്റ് പറയലും അതിനേക്കാളും നല്ല ഒരു ദിവസം തന്നെ 3 മിനിറ്റ് ചെറിയ ചെറിയ വിഷയങ്ങൾ എഴുതി വെച്ച് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരേ വസ്ത്രത്തിൽ ചെയ്തിട്ട് അതിന്റെ 10 ദിവസമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ എന്റെ വീഡിയോ മുന്നോട്ട് പോയിടും. ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ 001 ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഞാൻ മാക്സിമം, എന്നോട് തന്നെ കുറച്ച് ആൾക്കാർ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ 0 അങ്ങനെ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ നേരിട്ട് ചോദിച്ച സമയത്ത് അപ്പൊ വന്നിട്ടുള്ള എന്റെ ഒരു ഹിന്റ് എന്താ വെച്ചാൽ മാക്സിമം 5000 വർഷമാണല്ലോ ഡ്രാമ, 5000 എപ്പിസോഡ്, 5000 കണ്ടന്റ്. 5000 കണ്ടന്റ്, ചിലത് റിപ്പീറ്റ് കണ്ടന്റ് ഉണ്ടായിരിക്കാം. എന്നാലും 5000 വരെ മാക്സിമം ഈ മറ്റേ ബ്രഹ്മകുമാരീസ് സ്റ്റാർട്ട് ചെയ്ത് ട്രിപ്പിൾ ഓം ശാന്തി പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം ഞാൻ മാക്സിമം പോയ 5000 വരെ. അത് അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഉറപ്പിച്ചും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് 5000 എപ്പിസോഡ് ആവും എന്നൊന്നും ഉറപ്പ് പറയാൻ വയ്യ. അതിന്റെ ഇടയിൽ എനിക്ക് ശരീരം വിടേണ്ടി വന്നാൽ എന്ത് ചെയ്യും അത് പറയാൻ പറ്റില്ല. പക്ഷെ മാക്സിമം 5000 വരെ, 5000 വരെ ചെയ്യുള്ളൂ. 5000 എത്തുമോ എന്ന് എനിക്കറിയില്ല. അതിനുള്ളൊരു ഇത് മാത്രമേ ചെയ്യുള്ളൂ. വേറെ ഒരു വീഡിയോ എടുക്കുമ്പോഴും, അതായത് എന്റെ ജീവിതാനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ ഒന്നും ഞാൻ 999 അപ്പുറത്തേക്ക് കൊണ്ടുപോകില്ല. 999 100 വരെ ചിലപ്പോൾ എത്തിക്കൊള്ളുന്നില്ല പല സംഭവങ്ങൾ. ഇപ്പൊ സാത്വികാഹാരം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്, കൃഷി പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ ആരോഗ്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ നമ്പർ ഇട്ട് വരുമ്പോ 1, 2 അങ്ങനെ ഇട്ടിട്ട് വരുന്നു. അതിനോടനുബന്ധിച്ച വിഷയം ഉണ്ടാവും. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ ഈ സാധനം ഉള്ളതുകൊണ്ട് ഇതിന് കണക്റ്റ് ആയിരിക്കും. ജ്ഞാനം കണക്റ്റ് ആയിട്ട് തന്നെ എപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് എന്റെ ഉള്ളിലുണ്ട്. ഇത് ഉള്ളിലുള്ളത് കൊണ്ട്, വർഷങ്ങളായിട്ട് നമ്മൾ ആ ജ്ഞാനം ഉള്ളതുകൊണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കൃഷി ഞാൻ ചെയ്യുകയാണെങ്കിൽ പോലും അവിടെയും ഞാൻ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം ഒക്കെ പറയും.
കൃഷിയുടെ ഒരു ചെറിയൊരു ബാലപാഠം എന്ന് പറഞ്ഞ മാതിരി നടക്കുകയാണെങ്കിൽ അതിൽ ഞാൻ പറയും. ഇപ്പൊ ഇവിടെ ബാക്കിൽ നിൽക്കുന്നതാണ് മഞ്ഞമുള. ഈ മഞ്ഞമുള സത്യം പറഞ്ഞാല് ഈ വീടിന്റെ ഫ്രണ്ടിലായിരുന്നു. അത് നട്ടത് ആരാന്ന് വെച്ചാല് നമ്മുടെ ഫാദറാണ്. ഈ ഫാദർ ഇത് നട്ടിട്ട് ഇതിനെ അങ്ങനെ വെട്ടി ഒതുക്കി നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ സത്യം പറഞ്ഞ മഞ്ഞമുളയുടെ കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആള് തന്നെ പറയുന്നു. പിന്നെ ഞാൻ 1-2 പുസ്തകങ്ങളിൽ വായിക്കുമ്പോഴും കണ്ടുള്ള എന്താ സംഭവം എന്ന് വെച്ചാൽ ആയില്യ ദോഷത വീട്ടിൽ നിന്നും അകറ്റാന് നല്ലതാണ് മഞ്ഞമുള എന്നുള്ള ഒരു ഇത് നമ്മുടെ ഒരു ഇതില് പറയുന്നുണ്ട്. ഈ ഫാദർ ആണെങ്കിൽ ആയില്യ നക്ഷത്രക്കാരനാണ്. ഈ വീട്ടിൽ ഇദ്ദേഹം ഇത് നട്ടതിന് ശേഷം എത്ര കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വീട്ടിൽ നിന്നും ശരീരം വിട്ട് പോയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആയില്യക്കാർക്ക് ഒരു ദോഷമുണ്ട്. പൊതുവെ ആയില്യ നക്ഷത്രമുള്ളവർ കുറച്ച് കൂടുതൽ നെഗറ്റീവ് കണ്ടുവരുന്നത്. അങ്ങനെ കൂടുതൽ എന്നല്ല, നല്ലൊരു ശതമാനം. എന്ന് വെച്ചാൽ അതിൽ പോസിറ്റീവ് ഉണ്ട് കേട്ടോ. ആയില്യ നക്ഷത്രക്കാരിലും ഏത് നക്ഷത്രക്കാരിലായാലും എന്താ പറയുക, ബാബു പറഞ്ഞില്ലേ, എത്ര കോടി ജനങ്ങൾ എടുത്താലും എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവുന്നതല്ലേ. അതേപോലെ ഞാൻ എന്റെ 5 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ നമ്മുടെ അച്ഛൻ, ഈ ശരീരത്തിന്റെ അച്ഛൻ ശരീരം വിട്ടു പോകുന്നു. അപ്പൊ ആളിന് ഗുണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്നിലൊക്കെ തീരെ ഇല്ലാത്ത പല ഗുണങ്ങളും അദ്ദേഹത്തിലുണ്ട്, ഉണ്ടായിരുന്നു. ഇദ്ദേഹം ശരീരം വിടുന്ന നല്ല നല്ല സ്മൂത്ത്, നല്ല മിത്രമാക്കാനുള്ള കല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാണും ഭയങ്കരമാണ്. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ കണ്ടുപിടിച്ച് ആ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ചില വ്യക്തികളിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എത്ര മോശം വ്യക്തികളായാലും ആളുടെ പാഠം. പിന്നെ ഈ അച്ഛനെ കാണുന്ന സമയം തൊട്ടിട്ട് എനിക്ക് കാണുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ മൂക്കുപൊടി വലിക്കുന്നതാണ്. പിന്നെ മദ്യപിക്കും. ഈ 2 നെഗറ്റീവാണ് മെയിൻ ആയിട്ട് കാണുക. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ അനന്തര ഫലം എന്താണ്? ഭയങ്കര ദേഷ്യക്കാരനാണ്. ഒട്ടൊന്ന് തുണ്ടൻ 2. ഇതാണ് നടപടി. എന്ന് കരുതിയിട്ട് എല്ലാവരും കച്ചറക്കി പോവാൻ അങ്ങനെയൊന്നുമില്ല. പല ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ട് തന്നെയാണ് ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. അനവധി ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, നല്ല സുഹൃത്ത് ബന്ധങ്ങളിലൂടെ പല ബിസിനസ്സുകൾ ചെയ്യാൻ നോക്കിയിട്ട് അതിൽ നിന്നൊക്കെ പൊട്ടിയിട്ട് അങ്ങനെയുള്ള കുറെ ദുരനുഭവങ്ങൾ. അതുപോലെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ. നാട്ടില് എന്താ പറയാ, ജീവിച്ചിരിക്കെ ഒരു കത്തിക്കുത്ത് ആളുടെ തലയില്, നമ്മുടെ നാട്ടിലെ, ഞാൻ ഇതിന്റെ ഇടയിൽ എവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെയുള്ള ഒരു അനുഭവം ഈ അച്ഛനുണ്ടായിട്ടുണ്ട്. തലയ്ക്കൊരു കുത്ത് കുടുങ്ങിയിട്ട് ഹോസ്പിറ്റലൈസർ ആവുകയും അതൊരു കേസും കൂട്ടൊക്കെ ആയിട്ട്, അന്ന് അച്ഛനൊക്കെ ഉള്ള ചെറുപ്പക്കാരനാട്ടോ. അപ്പൊ അന്ന് അച്ഛൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള അനുഭവങ്ങള്. പിന്നെ കല്യാണം പോയി നോക്കിയിട്ട് ശരിയാവാത്ത കുറെ അനുഭവങ്ങള്. അതുപോലെ ഒരു മുസ്ലിം സ്ത്രീയുമായിട്ട് പ്രണയിച്ചിട്ട് അത് ഇതാവാതെ പ്രണയം ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെയുള്ള ഒരു അനുഭവം. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ട് അദ്ദേഹം 27 വയസ്സിൽ കല്യാണം കഴിച്ച് അച്ഛന്റെ 28ാമത്തെ വയസ്സിലാകൊണ്ടാണ് നമ്മള് ഭൂജാതനാവുന്നത്. അപ്പൊ അങ്ങനെ ആ സമയത്താണല്ലോ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. അപ്പോഴും നമ്മൾ തമ്മിൽ കണക്ഷൻ എപ്പോഴും ആരംഭിക്കുക, മുലകുടി പ്രായമൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛന്റെ കൈ പിടിച്ച് നടന്ന് വരുമ്പോ ആ സമയത്ത് എല്ലാ കണക്ഷൻ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങേരുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ നമ്മളിലും പ്രയോഗിക്കാൻ തുടങ്ങി. സ്നേഹം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതാനുഭവം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പൊ എത്ര ദേഷ്യപ്പെട്ടാലും വൈകുന്നേരം വന്നു കഴിഞ്ഞാല് അച്ഛൻ എന്നെ തല്ലിയാലും ശരി, നമ്മൾ രാത്രി അച്ഛന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആളാണ്. രാവിലെ ചിലപ്പോൾ നല്ല തല്ല് കിട്ടിയിട്ടുണ്ടാവും. എന്റെ ഒക്കെ പോക്കിരിത്തരത്തിന് നല്ല തല്ല് കിട്ടിയിട്ടുണ്ടാവും. രാത്രി ആയി കഴിഞ്ഞാൽ അച്ഛന്റെ കൂടെ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി രാവിലെ വരെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാലും കെട്ടിപ്പിടിച്ച് കുറെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഈ അച്ഛനുമായിട്ട് എനിക്കുള്ളത്, ഈ ശരീരത്തിന്റെ. എന്നാ ആയില്യ നക്ഷത്രക്കാരൻ. ആ ആയില്യ നക്ഷത്രക്കാരൻ നട്ട മഞ്ഞമുളന്റെ ഒരു പീസാണ് അവിടെ കിടക്കുന്നത്. ഞാനത് ഫ്രണ്ടിന്ന് ബാക്കിലേക്ക് മാറ്റി. കാരണം അച്ഛൻ കൊണ്ടുവന്ന് നട്ട കുറേ ചെടികൾ ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു. ചില ചെടികൾ, ഈ ചെടികളിൽ ഉണ്ട് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ അറിയാൻ കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഒരു കൃത്യമായ റിസർച്ച് എനിക്കറിയില്ല. എന്നാലും മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ചില ചെടികൾ ഈ നെഗറ്റീവ് എനർജീനെ വർദ്ധിപ്പിക്കുന്നതാണോ എന്താ സംഭവം എന്നറിയില്ല. നെഗറ്റീവ് എനർജി ആയാലും പോസിറ്റീവ് എനർജി ആയാലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ അതിന്റെ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി അത് ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ ചില ചെടികളും കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ടൂൾസുകൾ അതൊക്കെ വെച്ചുകൊണ്ട് ചെയ്ത് അതിന്റെ പ്രാക്ടിക്കൽ അനുഭവം കിട്ടി അതിന്റെ റിസർച്ചും കൂടെ നടത്തി, അതാണ് പറഞ്ഞത്, സമ്പാദ്യം ഇതുപോലെ
കാര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു വർഷമായിരിക്കും ഈ 2025. അതിന്റെ പ്രാക്ടിക്കൽ അനുഭവം മൊത്തമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ 1 മണിക്കൂറായി. ട്രിപ്പിൾ ഓം ശാന്തി. കാരണം 1 മണിക്കൂർ ഇനിയിപ്പോ ഇതില് എന്താ പറയാ, കുറച്ച് അങ്ങോട്ടും കട്ട് ചെയ്യണം, കുറച്ച് ഇങ്ങോട്ടും കട്ട് ചെയ്യണം. അപ്പൊ 1 മണിക്കൂർ ഉണ്ടാവുമെന്ന് അറിയില്ല. 1 മണിക്കൂർ 10 സെക്കൻഡ്. അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് വലുതാക്കി തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു പുതുവർഷ ആശംസകൾ നേരുന്നു. ആരൊക്കെ ഈ 2025 ശരീരം വിടുന്നറിയില്ല, ആരൊക്കെ ശരീരം എടുക്കുന്നറിയില്ല. എന്തായാലും ശരീരം എടുക്കുന്നവർക്കും ശരീരം വിടുന്നവർക്കും നമ്മൾ ഒരിക്കലും എന്താ പറയാ, വിട്ടുപിരിയാത്ത ബന്ധമായിട്ട് എന്നും നേരിട്ടുള്ളവരും നിലനിൽക്കട്ടെ. ഇനി അതല്ല, ഇപ്പൊ നമ്മൾ ഓൺലൈനിലും എന്നെ വീക്ഷിക്കുന്നവരുണ്ടല്ലോ, അവരും നിലനിൽക്കട്ടെ എല്ലാ കൽപ്പത്തിലും. ഈ ഡ്രാമയുടെ ഉദ്ദേശശുദ്ധി, കാരണം ഡ്രാമയ്ക്ക് ഉദ്ദേശശുദ്ധി ഉണ്ട്. ഡ്രാമ രചിച്ചത് ബാബയാണെങ്കിലും ബാബ പോലും അതില് ബന്ധനസ്ഥനാണെന്ന് ബാബ ഇടയ്ക്ക് പറയാറുണ്ട്. ബാബ ബന്ധനസ്ഥനാണെങ്കിൽ നമ്മൾ എത്രത്തോളം ബന്ധനസ്ഥനാണ്? ബാബയ്ക്ക് ജന്മല്ല, അജന്മാവാണ്. ആ അജന്മാവിന് അതിൽ ബന്ധനസ്ഥനാണ്. പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്തു തരാം. കാരണം അത്ര സ്നേഹത്തോടെ ബാബ എനിക്ക് ആ ഒരു സീൻ ഇങ്ങനെയാക്കി തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ ചില ചോദ്യങ്ങളിലാണ് ബാബ പറയുന്നത് ഞാനും ഇതിൽ ബന്ധനസ്ഥനാണ്. മമ്മയ്ക്ക് ക്യാൻസർ വന്ന സമയത്ത് ബാബ പറഞ്ഞ കർമ്മക്കണക്ക്, മമ്മയ്ക്ക് എവിടെ കർമ്മക്കണക്ക് വന്നു? ബാബ ഇപ്പൊ അടുത്ത് ലാസ്റ്റ് ഒരു കമന്റിൽ കണ്ടിട്ടുണ്ട്, ദാദാ ലേഖരാജ് ഏതോ ഒരു മരുന്ന് ഉപയോഗിച്ച, ഹാർട്ട് അറ്റാക്കിന്റെ മരുന്ന് ഉപയോഗിച്ച കർമ്മക്കണക്ക്. എനിക്കും പറയാനുള്ള, അദ്ദേഹത്തിനോട് പറയാനുള്ള, അതൊരു മുടന്തൻ കമന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളൂ. എന്നിരുന്നാലും അതിന്റെ ഒരു ഉത്തരം പറയാൻ എനിക്കുള്ളത് ബാബ പറഞ്ഞ പോലെ കർമ്മക്കണക്ക്. അപ്പൊ ട്രിപ്പിൾ ഓം ശാന്തി. 2025 2024 പറന്ന് 2025 മുതൽ ഇനി അങ്ങോട്ട് നല്ല ബികേഴ്സിനായാലും നോൺ ബികേഴ്സിനായാലും, ശരീരം പുതിയതായിട്ട് എടുക്കുന്നവരായാലും, ശരീരം ഒന്നിച്ചു പോകേണ്ടവരായാലും ശരി, ശരീരത്തിൽ ഒന്നിച്ച് ജനിക്കേണ്ടവരായാലും ശരി, അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ 2025 2026 പല പല പ്രവചനങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ വർഷത്തില് പലതും സംഭവിക്കും. നമ്മൾ യോഗം ചെയ്തിരിക്കുക. ചിലപ്പോൾ നമ്മുടെ പോലും ശരീരം ടപ്പ് ചെയ്യുന്ന ഒന്നിച്ച് പോകേണ്ട, അതിൽ ചിലപ്പോൾ ഒന്നിച്ച് പോയെന്ന് വരാം. എന്നിരുന്നാലും ശരീരം പോകാൻ തന്നെ, ശരീരം മേലേക്ക് പോകണില്ല, ശരീരം താഴ്ത്തും, ആത്മാവ് മേലേക്ക് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആവും. ആ സമയത്ത് ആ പരന്താമനെ പറ്റിയിട്ടും കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുടെ അറിവ് സമ്പാദ്യം ഉള്ളവർക്ക് ഭാരരഹിതമായിട്ട് പോയിട്ട് ആ സൂക്ഷ്മവതത്തിൽ നിന്ന് പവർ എടുത്ത് വീണ്ടും ജന്മം എടുത്ത് വീണ്ടും 1-1 വരേണ്ടവർക്ക് 1-1. അതല്ല ഈ സമയത്ത് ലാസ്റ്റ് സംഗമയുഗം ലാസ്റ്റ് വരെ വീണ്ടും ശരീരം എടുത്ത് നല്ല സ്ഥലത്ത് പോയി ജന്മം എടുത്ത് പാർട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ പല വിധത്തിലാണ്. മിറാക്കിളാണ്. ഒരാൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. ഒക്കെ അറിയുന്നത് ബാബയ്ക്കാണ്. ആ ബാബയ്ക്ക് മാത്രമേ ഇതിന്റെ ഫുൾ രഹസ്യങ്ങൾ അറിയുള്ളൂ. എനിക്കൊന്നും ഒന്നും അറിയില്ല. ഞാനൊക്കെ വെറും കുട്ടിയാണ്. എത്ര വർഷം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ലാലേട്ടൻ പറഞ്ഞതുപോലെ സംഗീതം മഹാസാഗരമാണ്. ആ സാഗരത്തിൽ നീന്തിത്തുടിക്കുന്ന ഒരു അനുയായിയാണ് കൈതപ്രം എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ തീരത്ത് പകച്ചു നിൽക്കുന്ന, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ജ്ഞാനം മഹാസാഗരാണ്. അത് അഡ്വാൻസ്ഡ് ടെക്നോളജി ആയാലും ശരി, ഏത് വിധത്തിലായാലും ശരി, ഇത് മഹാസാഗരാണ്. കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് ഒരാളെ കൊണ്ടും പറയാൻ പറ്റില്ല. ദ്വാപര യുഗത്തിൽ വന്നിട്ടുള്ള ഡൈനോസേഴ്സ്, ഉൽക്കാപതനങ്ങള്, ബാക്കിയുള്ള കാര്യങ്ങള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, സയൻസിന്റെ ഫുൾ കാര്യങ്ങൾ. ഇപ്പൊ AI വെച്ചിട്ട് ഇനി സത്യയുഗം സ്ഥാപിക്കാൻ പോകും. സത്യയുഗം സ്ഥാപിക്കാൻ നമുക്ക് AI ടെക്നോളജി മസ്റ്റ് ആണ്. വളരെ സ്പീഡിലേക്ക് അതും സ്ഥാപിക്കാനും മസ്റ്റ് ആണ്. പിന്നെ അതുപോലെ വികാരത്തിലൂടെ അല്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, എന്നാ നിയമത്തിന്റെ എന്ന് പറയുന്ന നൂലാമാലകൾ ആര്, നമ്മുടെ അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ള മൗലികാവകാശങ്ങൾ, റിട്ടുകൾ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള നൂലാമാലകൾ. ഇത്തരം നൂലാമാലകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സത്യയുഗം ആരംഭിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പൊ നിയമത്തിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരണം. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പിടിവള്ളികൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കടിവള്ളികൾ, ആ സമയത്തും സത്യയുഗം ആരംഭിക്കാൻ പ്രയാസമാണ്. കാരണം സത്യയുഗം തന്നെ ഇതേ ഭൂമിയിൽ തന്നെയാണ്. സ്വർണം, രത്നം, വൈഡൂര്യങ്ങള്, ഇതൊക്കെ വെച്ചുകൊണ്ട് നല്ല അതിഗംഭീരമായ വസ്ത്രവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, ഇപ്പൊ നമ്മുടെ ഈ താടി വെച്ച ശരീരമല്ല, മുടിയുള്ള ശരീരമല്ല, കൺമഷ് സ്ത്രീകളുടെ ശരീരമല്ല, നാച്ചുറൽ, പവർഫുൾ നാച്ചുറൽ, പക്ക നാച്ചുറൽ ആയിട്ടുള്ള ആ സത്യയുഗം ആരംഭിക്കാൻ നമുക്ക്
ഒരുമിച്ച് 2025 മുതൽ കുറച്ച് കടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാനും തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ ശ്രമം ഈ 2025 മുതൽ നല്ല കടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. സമയമെടുത്ത് നന്നായിട്ട് അതിന്റെ ഫുൾ റിസർച്ച് എടുത്തിട്ട് ഞാനത് എന്നെ കൊണ്ടാവുന്നത് നന്നായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, കാരണം ഇത് അറിവ് എനിക്ക് കിട്ടിയത് എത്രത്തോളം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും പറഞ്ഞതുപോലെ തന്നെ 2025 എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ, നല്ല വർഷമാവട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും ട്രിപ്പിൾ ഓം ശാന്തി.